ശുഭാനന്ദമാത്മാവിൽ ദിനം തോറും വാഴട്ടെ. ശുഭാനന്ദമാത്മാവിൽ ദിനം തോറും വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. സത്യധർമ്മം പുലർത്തി നിത്യശാന്തി കാണട്ടെ. ഉൾക്കുരുന്നിൽ ശുഭാനന്ദം തുള്ളിക്കളിച്ചിടട്ടെ. ഭക്തരായി തീരുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. സദ്ഗതിക്കു മാർഗദീപം സദ്ഗുരുവായി കാണുക. സദ്ഗതിക്കു മാർഗദീപം സദ്ഗുരുവായി കാണുക. സൃഷ്ടിതാവാം ജഗദീശ്വരൻ കലിയുഗേ വന്നുദിച്ചു ഖഡ്ഗിയായി. സർവലോക സൃഷ്ടിതാവാം ജഗദീശ്വരൻ കലിയുഗേ വന്നുദിച്ചു ഖഡ്ഗിയായി. കളങ്കമില്ലാതെയുള്ള ജ്ഞാനമതു നൽകിടുന്നു. നിഷ്കളങ്ക ഹൃദയത്തെ വീണ്ടെടുക്കുന്നു. നിഷ്കളങ്ക ഖഡ്ഗിയുടെ നിത്യമായ അധിവാസം നിഷ്കളങ്ക ഹൃദയത്തിൽ മാത്രമാണല്ലോ. നിഷ്കളങ്ക ഖഡ്ഗിയുടെ നിത്യമായ അധിവാസം നിഷ്കളങ്ക ഹൃദയത്തിൽ മാത്രമാണല്ലോ. അറിവോതി വീണ്ടെടുത്തു അധിവാസം ചെയ്തിരുന്ന അഖില ലോകേശ്വരനെ പരമഗുരു. അറിവോതി വീണ്ടെടുത്തു അധിവാസം ചെയ്തിരുന്ന അഖില ലോകേശ്വരനെ പരമഗുരു. സർവലോക സൃഷ്ടിതാവാം ജഗദീശ്വരൻ കലിയുഗേ വന്നുദിച്ചു ഖഡ്ഗിയായി. സർവലോക സൃഷ്ടിതാവാം ജഗദീശ്വരൻ കലിയുഗേ വന്നുദിച്ചു ഖഡ്ഗിയായി. പരമാചാര്യനും പരമഗുരുവുമായ ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവന്റെ തൃപ്പാദങ്ങൾ നമസ്കരിക്കുന്നു. ഭഗവാന്റെ ദിവ്യസമാധിക്ക് ശേഷം ഈ ആദർശത്തെ നയിക്കുകയും ഗുരുദേവ ദർശനങ്ങൾ വ്യാഖ്യാനിച്ച് കീർത്തനങ്ങളായും പ്രഭാഷണങ്ങളായും മാനവ സമൂഹത്തിന് നൽകുന്നതിലൂടെ അനേകങ്ങളെ ആകർഷിക്കുകയും അവർക്ക് ആശ്വാസവും ആനന്ദവും പകർന്നു കൊടുത്തുകൊണ്ട് വാണിരുന്ന ഈ ആദർശത്തെ ഈ നിലയിലേക്ക് ഉയർത്തിത്തീർക്കുന്നതിൽ ഏറ്റവും വലിയ ത്യാഗം സഹിച്ച ഗുരുവിൻ്റെ സ്നേഹവും വാത്സല്യവും ആശ്വാസവും പകർന്നു നൽകിയ ഭഗവാൻ ആനന്ദജി ഗുരുദേവനെ നമസ്കരിക്കുന്നു. തുടർന്ന് വന്ന രണ്ട് ഗുരുക്കന്മാരെ ഗുരുപ്രസാദ് ഗുരുദേവനെയും സദാനന്ദ സിദ്ധ ഗുരുദേവനെയും നമസ്കരിക്കുന്നു.
ഇന്ന് ആശ്രമാധിപതിയായി വാണിരുന്ന അറിവിൻ്റെ അനർഗള പ്രവാഹത്തിലൂടെ ആത്മാക്കളെ തന്നിലേക്ക് ആകർഷിക്കുകയും അവർക്ക് ആശ്വാസവും ആനന്ദവും നൽകി ഇന്ന് വാഴുന്ന ദേവാനന്ദജി ഗുരുദേവന്റെ പാദങ്ങൾ നമസ്കരിക്കുന്നു. ഇവിടെ ആഗതരായിട്ടുള്ള സന്യാസിമാരെ നമസ്കരിക്കുന്നു. ഈ ആത്മബോധോദയ സംഘം ട്രസ്റ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗീതാനന്ദജി സ്വാമികളെ നമസ്കരിക്കുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആദരണീയനായ ജ്യോതിർദയാനന്ദജി സ്വാമികൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വി മധുസൂദൻ നായർ സാർ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ സനിൽകുമാർ, ആശംസകൾ അറിയിക്കുന്ന പ്രൊഫസർ കവിയൂർ ശിവപ്രസാദ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിലെ സഹോദരി സഹോദരന്മാരെ, ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവന്റെ 143ാമത് ജന്മനക്ഷത്ര മഹോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സാംസ്കാരിക സമ്മേളനമാണ് ഇവിടെ ആരംഭിച്ചത്. 143 വർഷങ്ങൾക്ക് മുമ്പാണ് ശുഭാനന്ദ ഗുരുദേവൻ പൂജാതനായത്. അന്നത്തെ ഒരു കാലം നാം ഓർക്കണം. ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാലമായിരുന്നു അന്ന്. മനുഷ്യനെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വേർതിരിച്ച് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ഭഗവാൻ ജനിച്ചത്. ഒരു വിഭാഗം ജനങ്ങൾക്ക് എല്ലാവിധമായ സ്വാതന്ത്ര്യവും മറ്റൊരു വിഭാഗത്തിന് ആ വിധത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളുമെല്ലാം നിഷേധിച്ചിരുന്ന ഒരു കാലത്ത് ആണ് ശുഭാനന്ദ ഗുരുദേവൻ ജന്മമെടുക്കുന്നത്. തനിക്ക് ചുറ്റുമുള്ള അസമത്വങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം കണ്ടുകൊണ്ടാണ് വളർന്നത് ശുഭാനന്ദ ഗുരുദേവൻ. അപ്പം അങ്ങനെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസമത്വങ്ങളും എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് ഗുരുദേവൻ പലരുമായും ചർച്ച ചെയ്തു, പല മതങ്ങളുമായും സഹകരിച്ച് പ്രവർത്തിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും തനിക്ക് പരിഹാരമില്ല എന്ന് കണ്ടുകൊണ്ട് ശുഭാനന്ദ ഗുരുദേവൻ തപസ് രക്ഷിക്കാൻ വേണ്ടി പോയി. ശീതലാറിലെ ഒരു മലമ്പുല വൃക്ഷത്തിന്റെ ചുവട്ടിൽ 2 വർഷവും 11 മാസവും 22 ദിവസവും നീളുന്ന അതികഠിനമായ തപസ് രക്ഷിച്ചു. തപസ്സിന് ശേഷം ആർജിച്ച അറിവുകൾ, ആ അറിവുകളുമായി സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ശുഭാനന്ദ ഗുരുദേവൻ ജനങ്ങളെ തന്നിലേക്ക് ആകർഷിച്ചത് വെറുതെ ആയിരുന്നില്ല, തൻ്റെ അറിവ് കൊണ്ടാണ്. അപ്പം അങ്ങനൊരു പുതിയ അറിവിലൂടെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുകയാണ് ശുഭാനന്ദ ഗുരുദേവൻ ചെയ്തത്. നിലനിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ഈശ്വരന് ജാതിയും മതവും ഇല്ലെന്നും ഈശ്വര സാക്ഷാത്കാരത്തിന് ജാതിയുടെയും മതത്തിൻ്റെയും ആവശ്യമില്ലെന്നും മനുഷ്യരിൽ ആത്മാവിൽ നാം ഒന്നാണെന്നുമുള്ള പ്രഖ്യാപനം ഗുരുദേവൻ നടത്തി. അങ്ങനെ ഈ നാടുതോറും അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ചു, ജനങ്ങളെ സംഘടിപ്പിച്ചു, അവർക്ക് ആത്മബോധത്തിൻ്റെ അറിവ് പകർന്നു നൽകി. അങ്ങനെ പുതിയൊരു സംസ്കാരം ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവൻ രൂപപ്പെടുത്തി എന്നുള്ളതാണ് ശുഭാനന്ദ ഗുരുദേവന്റെ പ്രത്യേകത. ശുഭാനന്ദ ഗുരുദേവന്റെ ഈ ജന്മനക്ഷത്ര മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനം എന്തുകൊണ്ടും പ്രധാനപ്പെട്ടതാണ്. കാരണം പുതിയൊരു സംസ്കാരത്തെ രൂപപ്പെടുത്തുകയും അത് ബഹുജന സമക്ഷം അവതരിപ്പിക്കുകയും അതിലൂടെ ജനങ്ങളെ നയിക്കുകയും പരമ്പരയായി ആ സംസ്കാരത്തെ പുലർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശുഭാനന്ദ ഗുരുദേവന്റെ പ്രത്യേകത. സംസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സംസ്കാരം എന്ന് പറയുന്നത് പല രൂപത്തിൽ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരു സമൂഹം കൊണ്ടു നടക്കുന്ന മൂല്യങ്ങളും ആശയാവലികളും അതുപോലെ കലയും സാഹിത്യവും വിജ്ഞാനവും എല്ലാം അടങ്ങുന്നതാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാരത്തിനെ പലരും പല വിധത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിലൊരു പ്രധാനപ്പെട്ട വ്യാഖ്യാനം റേമണ്ട് വില്യംസിൻ്റെതാണ്. എഴുത്തുകാരനും ചിന്തകനുമായ റേമണ്ട് വില്യംസ് സംസ്കാരത്തെ പറ്റി പറഞ്ഞത് ഞാനിവിടെ ഉദ്ധരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും ശുഭാനന്ദ ഗുരുദേവന്റെ സംസ്കാരവുമായി വളരെയേറെ ബന്ധമുള്ളത് കൊണ്ടാണ്
ബഹുമാനപ്പെട്ട ജ്യോതിർമയാനന്ദജി സ്വാമികളാണ്. സ്വാമികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഈ ആദർശവുമായി ബന്ധിച്ച് ജീവിക്കാൻ തുടങ്ങിയ ഒരു ആളാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പഠനകാലഘട്ടം, അദ്ദേഹം വളരെ സമർത്ഥനായ വിദ്യാർത്ഥിയായി, പഠിക്കുന്ന കാലത്ത് ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥി, ഉന്നത മാർക്കോടുകൂടി എല്ലാ വിഷയത്തിലും പാസ്സാകുന്ന SSLC-ക്ക്, പിന്നീട് അദ്ദേഹം ഡിഗ്രിക്കുമെല്ലാം ഉന്നത മാർക്കോടുകൂടി പാസ്സായി. അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടുകയും തുടർന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനായി വരികയും ചെയ്തു. പിന്നീട് പ്ലാനിംഗ് ബോർഡിലേക്ക് വന്നു. അങ്ങനെ പ്ലാനിംഗ് ബോർഡിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസറായി അദ്ദേഹം സേവനം അവസാനിപ്പിച്ചു. അപ്പൊ ആ കാലഘട്ടത്തിലെല്ലാം പ്രവർത്തന രംഗത്ത് ഭരണാധികാരികളുടെ എല്ലാം മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് പാത്രീഭൂതനായിട്ടുള്ള ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹം വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. അതിനുശേഷം മുഴുവൻ സമയവും ആവശ്യ പ്രവർത്തനങ്ങൾ വഴി ഗുരുദേവന്റെ ആജ്ഞപ്രകാരം സന്യാസം സ്വീകരിച്ചപ്പോൾ ജ്യോതിർമയാനന്ദജി സ്വാമികൾ എന്ന പേരിൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുക. തിരുവനന്തപുരത്ത് ജ്യോതിയാശ്രമത്തിന്റെ ചുമതലക്കാരൻ കൂടിയാണ് സ്വാമിജി. സുഭാൻ ദർശനം വേദാന്ത സാംസ്കാരികയുടെ മാനേജിംഗ് എഡിറ്റർ കൂടിയാണ് അദ്ദേഹം. സ്വാമിജി വളരെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾക്കെല്ലാം പ്രിയപ്പെട്ട ആദരണീയനായ മലയാളത്തിൻ്റെ ബഹുമാനപ്പെട്ട കവി മധുസൂദൻ നായർ സാറാണ്. സാറിനെ പറ്റി ഒരു മുഖവരയുടെ ആവശ്യമില്ല, എല്ലാവർക്കും സാറിനെ അറിയാം. സാറിൻ്റെ കവിതകൾ ഒരു വരിയെങ്കിലും ഉച്ചരിക്കാത്തവരായി ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ കവിതകൾ. നാറാണത്ത് ഭ്രാന്തനും ഭാരതീയവും അഗസ്ത്യഹൃദയവും വാക്കും സന്താനഗോപാലവുമെല്ലാം അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ ഇങ്ങനെ ഒഴുകിയെത്തുമ്പോൾ സാധാരണ കവിത വായിച്ചാസ്വദിക്കാനാണെന്നുള്ള ധാരണയിൽ നിന്ന് അത് സംഗീതാത്മകമായി അവതരിപ്പിക്കുന്നതിലൂടെ ആസ്വദിക്കാൻ കഴിയുമെന്ന് മലയാളി സമൂഹത്തെ പഠിപ്പിച്ച മഹാകവിയാണ് സാർ. അദ്ദേഹത്തിൻ്റെ കവിതകൾ ആസ്വദിക്കാത്തവരായി ആരുമില്ല. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജ് യൂണിയൻ പരിപാടികളിൽ സാറിനെ പങ്കെടുപ്പിക്കാൻ വേണ്ടി മത്സരമായിരുന്നു കോളേജുകളിൽ. അത്രയേറെ പ്രിയങ്കരായിരുന്നു സാർ. കവിത അദ്ദേഹം ഇത്ര ശ്രുതിശുദ്ധമായി മധുരമായി കവിതകൾ ആലപിക്കും. അപാരബദ്ധം ജനങ്ങളും അദ്ദേഹത്തിന്റെ കവിത ചൊല്ലുമെന്നുള്ളതാണ്. 85 വയസ്സുള്ള എൻ്റെ അമ്മ ഇന്ന് രാവിലെ ഭാരതീയം എന്നെ പാടി കഴിച്ചു. ഭാരതീയത്തിലെ വരികൾ അത്ര ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള കവിതയാണ് സാറിൻ്റെ. ഞാൻ സാറും കടമനിട്ട രാമകൃഷ്ണനെല്ലാം ചേർന്നുള്ള കവിയതകൾ ഞാനിപ്പോൾ ഓർക്കുന്നു. കടമനിട്ട കാട്ടാളനെ കുറത്തി എല്ലാം അവതരിപ്പിക്കപ്പെടുമ്പോൾ അതൊരു വലിയ പെരുമഴ പെയ്തു വരുന്ന പ്രതീതിയാണ് അദ്ദേഹം കവിത ചൊല്ലി കഴിയുമ്പോൾ. പക്ഷെ അതിൻ്റെ പുറകെ മധുസൂദനൻ നായർ സാർ ഒന്നുകിൽ ഭാരതീയൻ അല്ലെങ്കിൽ സന്താനഗോപാലൻ ഏതെങ്കിലും ഒരു കവിത അവതരിപ്പിക്കും. അങ്ങനെ വലിയ പെരുമഴയ്ക്ക് ശേഷമുള്ള കുളിർക്കാറ്റായി സാറിൻ്റെ കവിതകൾ എത്ര മനോഹരം, മനസ്സ് നിറഞ്ഞാണ് അന്ന് വീട്ടിലേക്ക് പോകാറുള്ളത്. അത്ര മനോഹരമായി സാറിൻ്റെ ആലാപനം. അതുപോലെ തന്നെ അർത്ഥസമ്പുഷ്ടമായ വരികൾ കൊണ്ട് സാർ സമൂഹത്തിലെ മുഴുവൻ തിന്മകളെയും വിമർശിക്കാൻ ആദ്യം നടത്തുന്ന പരിശ്രമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഭാരതീയമാണ്. ഭാരതത്തിന്റെ നേർചിത്രം വരച്ചിരിക്കുന്നു വാക്കുകളിലൂടെ സാറിന്റെ കവിതയിൽ. അപ്പൊ അത് കപടഭക്തിക്കാരെ കണക്കിനെ കളിയാക്കുന്നുണ്ട്. തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ദൈവഭക്തി നടിച്ച് നടക്കുന്നവർ, അവർക്കെതിരെ ആ കവിതയിൽ വരികളുണ്ട്. കുഞ്ഞിൻ്റെ കുംഭിനെ വാറ്റാതെ ആറ്റുകാലം നയ്ക്കു നേർച്ചക്കുടം കമഴ്ത്തുന്നവർ, പലിശക്കടം കൊണ്ട കാശിനാൽ കാശിക്ക് തീർത്ഥാടനം ചെയ്തു പുണ്യം പെറുന്നവർ, കുരിശിമന്ത്രം രാജ്യതന്ത്രമായി മാറ്റുവോർ, പല വഴി ചുഴറ്റിയിട്ട് അന്നമില്ലാത്തവർ, തൊഴിൽമഴക്കിഴറുന്ന ജാതകക്കുരലുകൾ ജാതക ശാപം ചുമന്നേ മരിക്കുവോർ, ജാതകമഷ്ടിക്ക് വേണ്ടി തിരുത്തുവോർ. അങ്ങനെ പോകുന്നു മക്കളെ. അതുപോലെ തന്നെ കുഞ്ഞിന്റെ നാവിൽ കറുപ്പും പുരട്ടി മയക്കി കിടത്തിയിട്ട് അന്യന്റെ തോട്ടത്തിൽ നാരണക്കൂലിക്ക് കങ്കാണിമാളത്തിൽ ഊഴം തിരക്കുന്ന ഭാരതമാതാക്കൾ. അങ്ങനെ ഇന്ത്യയുടെ ചിത്രം അദ്ദേഹം വരച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ കവിതകളും അർത്ഥസമ്പുഷ്ടമായ വരികളും നമ്മുടെ എല്ലാ ഹൃദയത്തിൽ സംഗീതമായി ശ്രുതിശുദ്ധമായ സംഗീതത്തിലൂടെ നമ്മുടെ എല്ലാം ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള മഹാകവിയാണ് മധുസൂദൻ നായർ സാർ.
അദ്ദേഹം പങ്കെടുക്കുന്ന ഈ വേദിയിൽ സ്വാഗതം പറയാൻ കിട്ടിയ അവസരം തന്നെ മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ബഹുമാന്യനായ കവിയെ തികഞ്ഞ ആദരവോടെ ഈ വേദിയിലേക്ക് ഗുരുനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീ സനൽകുമാർ സാറാണ്, ഡയറക്ടർ ഇൻചാർജ് ദൂരദർശൻ കേന്ദ്രം. അദ്ദേഹം എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ എത്തും. അദ്ദേഹത്തിന് ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. മുഖ്യ ആശംസ അറിയിക്കുന്ന ഡോക്ടർ രാജേഷ് സാർ, പ്രിൻസിപ്പൽ NSS കോളേജ് നിലമേൽ. അദ്ദേഹം ഉടൻ തന്നെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് ആശംസകൾ അറിയിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് പ്രൊഫസർ കവിയൂർ ശിവപ്രസാദാണ്, പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ചലച്ചിത്ര സംവിധായകനാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംവിധാനത്തിൽ 1ാം റാങ്കോടുകൂടി പാസ്സായ ആളാണ്. അതിനുശേഷം അവിടെ തന്നെ പ്രൊഫസറായി. പിന്നീട് കലാമൂല്യങ്ങളുള്ള നിരവധി ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. ഗൗരിയും വേമ്പനാടും പേരിയും തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളെല്ലാം അവാർഡ് ചിത്രങ്ങളായി. അദ്ദേഹത്തിൻ്റെ മകനാണ് സിദ്ധാർത്ഥ ശിവ, പ്രശസ്തനായ സംവിധായകനാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് പ്രൊഫസർ, KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡീൻ, അതുപോലെ SB കോളേജിൽ ഉൾപ്പെടെയുള്ള കോളേജുകളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിരമിച്ചു. ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ്. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ അറിവുള്ള ഒരു മഹത്വത്തിലുള്ളവയാണ് പ്രൊഫസർ കവിയൂർ ശിവപ്രസാദ്. നല്ല പ്രഭാഷകൻ കൂടിയാണ്. അദ്ദേഹത്തെ ഗുരുനാമത്തിൽ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. PMA സലാം മുസ്ലിയാർ, മാന്നാറിലെ ആണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. നമ്മുടെ ആശ്രമവുമായി വളരെയേറെ ബന്ധമുള്ളയാളാണ്. പ്രത്യേകിച്ച് ഗുരുദേവനുമായി വളരെയേറെ ഹൃദയബന്ധം പുലർത്തുന്ന ഉജ്ജ്വലനായ വാഗ്മിയും പണ്ഡിതനുമാണ്. വളരെ ഗംഭീരമായ പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ. കവിതകളും ഉപനിഷത്തിലെ ശ്ലോകങ്ങളും ഭഗവത്ഗീതയും രാമായണവും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ആശംസ അറിയിക്കാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്വാമി നിയുക്താനന്ദൻ നമ്മുടെ ആശ്രമത്തിലെ സന്യാസി ശ്രേഷ്ഠനാണ്. അദ്ദേഹവും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥനായി ഔദ്യോഗിക രംഗത്ത് വളരെ ശ്രദ്ധേയമായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള മഹത്വത്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ യാദർശമായി ബന്ധിച്ച് ജീവിച്ചു. സർവീസിൽ വിരമിച്ചതിന് ശേഷം ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം സന്യാസം സ്വീകരിച്ചു. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ആദർശ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. സ്വാമി നിയുക്താനന്ദജി സ്വാമികളെ വളരെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സുഭാഷ് ശാസ്താംകോട്ട, ശൂരനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റാണ്. നമ്മുടെ ഗുരുദേവൻ്റെ ഭക്തനും ഈ ആദർശത്തിൻ്റെ വിശ്വാസിയുമാണ്. വളരെ ഉത്തമനായ ഒരു വിശ്വാസിയാണ്, ആദർശധീരനായ ഒരു മനുഷ്യൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തകൻ എല്ലാമാണ് അദ്ദേഹം. പൊതുപ്രവർത്തനത്തിൽ അഴിമതിയുടെ ഒരുവിധമായ കറയൊരുളാത്ത വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. ആദർശധീരനായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ ഇവിടെ കൃതജ്ഞത അർപ്പിക്കുന്നത് ശ്രീ രാജീവ് വെലന്തൂറാണ്. അദ്ദേഹം ഗുരുദേവൻ്റെ ശിഷ്യനാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ആദർശവുമായി ബന്ധിച്ച് പ്രവർത്തിക്കുന്നയാളാണ്. ശ്രീ രാജീവ് വെലന്തൂരിനെ സ്വാഗതം ചെയ്തു. അതുപോലെ കോമ്പയറിംഗ് ചെയ്യുന്നത് ഇവിടുത്തെ വിശ്വാസിയും ഭക്തയുമായ പന്തളം NSS കോളേജിലെ B.Ed കോളേജിലെ അധ്യാപിക കൂടിയായ ശ്രീമതി ഉമാദേവി അനിലാണ്. ശ്രീമതി ഉമ ടീച്ചറെ, പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി ഉമ ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെ, സന്യാസി ശ്രേഷ്ഠന്മാർ, ഗുരുജനങ്ങൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഒരുപാട് സമർപ്പിക്കും. ഏവർക്കും വിനീതമായ നമസ്കാരം. ഭഗവാൻ തിന്മയുടെ കരുണയിൽ കൂടി അവിടുന്ന് ദാനം ചെയ്യുന്ന എന്താണോ ഇവിടെ പറയുവാനുള്ളത് ദാനം ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ സമാരംഭിക്കുന്നത്. നമ്മളുടെ ബഹുമാന്യനായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ ആൽത്തലാലെ ഇവിടെ നമ്മൾ സംസ്കാരം എന്ന വാക്കിനെ കുറിച്ച്, അല്ലെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നിർവചനം
പറയുകയും സംസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ നിർവചനം പറയുകയും ചെയ്തു. ശരിക്കും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് സംസ്കാരശൂന്യനല്ലേ, അവൻ നല്ല സംസ്കാരമുള്ള ആളാണ്, അല്ലെ ആ കുടുംബം നല്ല സംസ്കാരമുള്ളതാണ്. ഇങ്ങനെ ആ വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു മാനവ സമൂഹത്തിൻ്റെ ആ സമൂഹം ചലിച്ചു പോകുന്ന അതിൻ്റെ ആ ചലനത്തെ നമ്മൾ വീക്ഷിച്ചാൽ അതിന് ചില അന്തർധാരകൾ ഉണ്ട്. ആ അന്തർധാരയിൽ ചില ആശയങ്ങളുണ്ട്. അപ്പോൾ ആ ആശയങ്ങളെല്ലാം കൂടി ഒരു മാതൃകയായി തീർന്ന് ആ മാതൃകയായി കാണുന്നതിനെയാണ് ശരിക്കും ഒരു സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ സംസ്കാരത്തിന് ആ മാതൃകയ്ക്കകത്ത് പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് വിശ്വാസമുണ്ട്. ആ വിശ്വാസം പറഞ്ഞാൽ ദൈവവിശ്വാസമാകാം, വിശ്വാസം ഇല്ലായ്മയാകാം, അതുപോലെ മതവിശ്വാസമാകാം, അതുപോലെ മറ്റ് വിശ്വാസം ഇല്ലാതിരിക്കുകയാകാം, അതേപോലെ തന്നെ നമ്മൾ വസ്ത്രധാരണമാകാം, ഭാഷയാകാം, പിന്നെ നമ്മുടെ കെട്ടിട നിർമ്മാണം വാസ്തുശൈലിയാകാം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് അങ്ങനെ അതിലൂടെ നമ്മുടെ ഭാഷകൾ, ഇങ്ങനെ പല കാര്യങ്ങളും ചേർന്ന ഒരു സമുച്ചയം, അതിൻ്റെ ഒരു സമ്മേളനമാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം സംസ്കാരം എന്ന് പറയുന്ന ആ വാക്കിന് സമ്പൂർണമാക്കുക എന്നൊരർത്ഥമുണ്ട്, അതുപോലെ പരിശുദ്ധമാക്കുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസ്കരിക്കുക എന്നാണ് പറയുന്നത്, സംസ്കാരം നടത്തിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നിത്യജീവിതത്തിലെ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് കാണിക്കുന്നതിന് നമ്മളൊരു വാക്കുകൾ കൂടി അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാനവ സംസ്കാരത്തെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ലോക സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു, സിന്ധുനദിയുടെ സംസ്കാരം, അതുപോലെ ഹാരപ്പ മൊഹൻജദാരോ ഇങ്ങനെയുള്ള സംസ്കാരങ്ങളെക്കുറിച്ച്, ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചും, അതേപോലെ തന്നെ ബാബിലോണിയൻ സംസ്കാരം, ഇങ്ങനെയുള്ള സംസ്കാരങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില സംസ്കാരങ്ങളൊക്കെ മണ്ണടിക്ക് പോയിട്ടുണ്ട്. പ്രതിക്ഷോഭങ്ങൾ പോലും മണ്ണടിക്ക് പോയ സംസ്കാരങ്ങളാണ് ഈ സിന്ധു നദിയുടെ സംസ്കാരവും ഹാരപ്പ, അപ്പോൾ മൊഹൻജദാരോ സംസ്കാരം അതൊക്കെ പോയതാണ്. അതുപോലെ ഈജിപ്ഷ്യൻ സംസ്കാരം, ഇങ്ങനെയുള്ള സംസ്കാരങ്ങളൊക്കെ ഇന്നതിൻ്റെയൊക്കെ ചില റെമിനിസൻസസ് അല്ലെങ്കിൽ അതിൻ്റെ ചില അവശേഷിപ്പുകൾ മാത്രമേ നമുക്ക് കാണുവാനുള്ളൂ. അപ്പോൾ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ മാനവർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്കും സംസ്കാരമുണ്ട്. അപ്പോൾ ഈ സംസ്കാരത്തെ നയിക്കുന്ന ഘടകം എന്താണ് നമ്മൾ ശരിക്കും ചോദിച്ചാൽ അതിനകത്ത് പറഞ്ഞ ഭഗവാന്റെ ആ തത്വത്തിലേക്കാണ് ഞാൻ പറയുന്നത്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതിയെ സൃഷ്ടിച്ച ആ ഈശ്വരൻ ഈ ലോകത്തെ സൃഷ്ടിച്ച സമയത്ത് ജീവജാലങ്ങളെയും മനുഷ്യരെയും എല്ലാം സൃഷ്ടിച്ചു. പക്ഷെ നമ്മൾ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം എനിക്ക് ചോദിച്ചാൽ, ജീവജാലങ്ങൾക്ക് അവയ്ക്ക് കൊടുത്ത ഒരു അറിവ്, ആ അറിവ് എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കും. ആ അറിവിലൊരു കുറവോ കൂടുതലോ ഒരിക്കലും വരില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കൂട് കിട്ടുന്ന ഒരു കിളി കൂട് കിട്ടുന്നു, ആ കൂട് കിട്ടുന്ന അത് ഒരു 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ ഒരു 50,000 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടുന്ന അതേ കൂട് തന്നെയാണ് ഇപ്പോഴും കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനുഷ്യരാണെങ്കിലും അന്നൊക്കെ നമ്മൾ കാട്ടിൽ ഗുഹയ്ക്കകത്തൊക്കെയാണ് കഴിഞ്ഞത്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ രമ്യകർമ്മങ്ങളും ഫ്ലാറ്റുകളും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാനവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈശ്വരൻ്റെ അറിവ്, അനന്തമായ അറിവുകൾ ഓരോ മനുഷ്യനിൽ നിന്നും, ഒരു ആത്മാവിൽ നിന്നും വ്യത്യസ്തനായ രീതിയിൽ ഓരോ ആത്മാവിനെ ശാരീരികമായി വ്യത്യസ്തനായ ഒരു ആത്മാവിൽ ഒന്നാണെന്നാണ് പോകാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഓരോ വ്യക്തിക്കും ആ പ്രത്യേകമായ ഗുണവിശേഷങ്ങളോടുകൂടി ആ മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നുണ്ട്. ഈ കാണുന്ന പ്രകൃതിയിലും ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന അറിവുകളെ അറിയുവാനും അതിനെ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കുന്ന കഴിവ് മനുഷ്യർക്കുണ്ട്. അതേസമയം മൃഗങ്ങൾക്ക് അതില്ല. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ സംസ്കാരം, അവർക്കും സംസ്കാരമുണ്ട്, പക്ഷെ അവരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാതെ മുദ്രയാണ്. അതേസമയം മാനവ സംസ്കാരം അങ്ങനെയല്ല, അതിന് ചലനമുണ്ട്, അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഒരു 50,000 വർഷങ്ങൾക്ക് മുമ്പാണ് ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ഭൂമുഖത്ത് നമ്മൾ മാനവര് സ്ഥിരമായിട്ട് താമസം ഉറപ്പിച്ചെന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ അത് ശരിയായി നമുക്ക് അവിശ്വസിക്കുകയോ ചെയ്യാം. പക്ഷെ എന്തായാലും നമ്മളൊരു സമയത്ത് ഇവിടെ താമസം ഭൂമിയിൽ ഉറപ്പിച്ചു. ആദ്യകാലങ്ങളും വനത്തിലുമൊക്കെ ആയിരുന്നിരിക്കും. അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ താമസിച്ചു വന്ന ആ കാലയളവിൽ ഈ കാര്യങ്ങൾക്ക്, അതായത് ഈ സാംസ്കാരികമായ കാര്യങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേസമയം പക്ഷിജാലങ്ങൾക്കോ മൃഗങ്ങൾക്കോ ഉള്ള കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവുമേ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സംസ്കാരം എന്ന് പറയുമ്പോൾ ഏതും അതിനകത്ത് ഉൾപ്പെടുത്താം. മതമാണെങ്കിലും അതുപോലെ രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തുള്ളതായ എന്തെങ്കിലും പ്രത്യേക അവസ്ഥാവിശേഷം ഒക്കെ ആണെങ്കിലും അത് ഈ അറിവിൻ്റെ വളർച്ചയ്ക്ക്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ
അറിവിൻ്റെ വളർച്ച തൊട്ട് സംസ്കാരവും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. 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 ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവന് ആത്മപ്രണാമം. ഗുരുദേവന്റെ തന്നെ ആത്മഭാഗങ്ങളായി ഈ ആശ്രമത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മഹാത്മാക്കൾക്കും എൻ്റെ വിനീതമായ ഈ മഹാത്മ്യത്തെ ഉൾക്കൊള്ളാൻ അമ്മമാരോട്, അച്ഛന്മാരോട്, അല്ലെങ്കിൽ അപ്പൂപ്പന്മാരോട്, അമ്മൂമ്മമാരോട് ചേർന്ന് ഇവിടെ അവിടെ ഇരിക്കുന്ന അടുത്ത കുഞ്ഞ് ആത്മാക്കൾക്കും എൻ്റെ പ്രണാമം. വേദിയിൽ ഒപ്പമുള്ള ഏറ്റവും ആദരണീയനായ സ്വാമി ജ്യോതിർമയാനന്ദ്, പ്രൊഫസർ കവിയൂർ ശിവപ്രസാദ്, സ്വാമി നിയുക്താനന്ദൻ, ശ്രീ രാജീവ് ലന്തു സ്വാഗത പ്രസംഗം ഇവിടെ നിർവഹിച്ച പരിണതപ്രജ്ഞനായ ശ്രീ ആത്മലാൽ, വളരെ ഹൃദ്യമായി ആത്മാവിൽ നിന്ന് ഒരു പ്രാർത്ഥന നമുക്ക് തന്ന ശ്രീമതി രാജലക്ഷ്മി ബിന്ദു ജിനു, ഏറ്റവും നന്നായി പ്രഗത്ഭമായി ഈ പരിപാടികൾ അവതരിപ്പിക്കുന്ന ശ്രീമതി ഉമാദേവി, മറ്റെല്ലാ വന്ദനീയരായ ഗുരുജനങ്ങൾക്കും സഹോദരങ്ങൾക്കും നാട്ടുകാർക്കും പ്രണാമം. എന്താണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്നെനിക്ക് വലിയ പിടിയില്ല. പക്ഷെ ഇപ്പോഴും മുമ്പ് യഥേച്ഛയാ ഞാൻ കേട്ടത് എങ്ങനെയോ എൻ്റെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഏതാണ്ട് സമാനമാണ് എന്ന് ഞാൻ ധരിച്ചതുമായി ഭഗവാൻ ശുഭാനന്ദൻ്റെ പേരിലാണ്. അതെനിക്ക് വളരെ ആനന്ദം തരും. അപ്പൊ ഏതോ പുണ്യം ഞാനും ചെയ്തിട്ടുണ്ടാവും. എന്ത് പുണ്യം ചെയ്തു എന്ന് എനിക്കറിയില്ല. പുണ്യം ചെയ്തവനാണെന്ന് ഭാവിക്കാൻ പോലും എനിക്ക് കഴിയുമോ എന്നറിഞ്ഞതാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ പുണ്യങ്ങളിൽ ഏതോ എന്നിലും വർഷിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകും.
അതിലൊരു നിമിഷമാണ് ഇത്. 1983 ഞാൻ പ്രത്യേകം ഇപ്പോൾ ഓർക്കുന്നു. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ ദേവനാഥൻ തന്നെ ഭൂമിയിൽ അവതരിച്ച യേശുദാസിൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, തരങ്കിടി സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോയിൽ ആ കാലത്ത് എൻ്റെ ഏതാനും വരികൾ ആലപിക്കാൻ അദ്ദേഹം എങ്ങനെയോ സമ്മതിച്ചുകൊണ്ട് ഞാൻ യഥേച്ഛയാ അവിടെ ചെന്നുപെട്ടു. 1983 എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ അവിടെ ചെന്നുപെട്ടപ്പോൾ മലയാളത്തിൻ്റെ സംഗീതത്തെ ഞാൻ അവിടെ കണ്ടു. ദേവരാജൻ മാഷ് സംഗീത സംവിധായകൻ ദാസേട്ടനെ കൊണ്ട് പാടിക്കുകയാണ്. യേശു അങ്ങനെയാണ്, ഇങ്ങനെയല്ല വരികൾ. അപ്പോൾ ആ വരികൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ തോന്നി. ആത്മാവ് തമ്മിലേ ബന്ധമുള്ളൂ അവര്. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ കൊളുത്തിപ്പിടിക്കുന്നതായി തോന്നി. പരമാത്മാവുമായുള്ള ആത്മബന്ധം. ദാസേട്ടൻ്റെ ശബ്ദത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വിക്ഷേപിക്കപ്പെട്ട ഒരു ബോധമാണ്. അദ്ദേഹം അത് നന്നായി പാടുന്നുണ്ട്. എവിടെ എങ്ങനെ വേണമെന്ന് ദേവരാജൻ മാഷ് എന്ന് പറയുന്ന ഗുരു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ്, ആരാണ് എഴുതിയത് എന്ന് ഞാൻ പതുക്കെ തിരക്കി. അവിടെ റെക്കോർഡ് ചെയ്യിക്കാൻ വന്ന ഇത് ചെയ്യിക്കുന്ന ഒരാളുണ്ടായിരുന്നു, നിർവാഹകനാണ്. എനിക്ക് അദ്ദേഹത്തെ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് ശുഭാനന്ദ ഗുരുദേവന്റെ വരികളാണ്. ആരാണ് ഈ ശുഭാനന്ദ ഗുരുദേവൻ എന്ന് ഞാൻ അന്വേഷിച്ചു. സത്യമായിട്ടും അങ്ങനെയാണ്. ചെറുകോലിൽ ഒരാശ്രമത്തിൽ ഇങ്ങനെ ഒരു പ്രകാശം ഉണ്ടായിരുന്നതായി ഞാൻ അറിയുന്നു. ഞാൻ അന്നത് കേട്ട് വിസ്മിതനായത്, ഇപ്പോഴും ഇത് പറയാൻ ഭൂമി മലയാളത്തിലാണുണ്ടല്ലോ എന്നതില്ല. ആരാണ് അദ്ദേഹം എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. വളരെ മുമ്പ് തന്നെയാണ് ആത്മ അനാത്മ വിവേകം എന്ന ചിന്ത ഭാരതീയ ചിന്തയിൽ ദർശനത്തിൽ ഉദിച്ചിട്ടുണ്ട്. അയം ആത്മാ ബ്രഹ്മ. തീർച്ചയായും പ്രജ്ഞാനം ബ്രഹ്മ. പ്രജ്ഞാനമാണ് ബ്രഹ്മ. ശുഭാനന്ദ ഗുരുദേവന്റെ വരികളിൽ അറിവാണ് ബ്രഹ്മ. അറിവാണ് ഞാൻ, അറിവാണ് ലോകം. അത് തന്നെയാണ് ഉപനിഷ സൂത്രം. പ്രജ്ഞാനം ബ്രഹ്മ. അറിയുന്നിടത്തോളം ശുഭാനന്ദ ഗുരുദേവൻ അധികം ക്ലാസ് പഠിച്ചിട്ടില്ല. അറിവിന് ഡിഗ്രി വേണമെന്നില്ല എന്നതിൻ്റെ പ്രത്യക്ഷമായ ഒരു പ്രബോധനമാണ് ശുഭാനന്ദ ഗുരുദേവൻ. ഡിഗ്രി എടുത്തവരല്ല അറിവുള്ളവരായത്. എനിക്കൊരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഭൂമിയിൽ ഇല്ല എന്നേ ഉള്ളൂ. ശുഭാനന്ദ ഗുരുദേവന്റെ കൃതികൾ ആനന്ദജി ഗുരുദേവൻ ഇവിടെ പ്രസാദനം ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പതിപ്പിൽ 1-ാം ഭാഗത്ത് അവതരണിക എഴുതിയിരിക്കുന്നത് MP മന്മഥൻ ആണ്. ആ MP മന്മഥൻ സാറ് എൻ്റെ ഗുരുവാണ്. ശരിക്കും MP മന്മഥൻ സാറ്
എൻ്റെ ഗുരു ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസംഗിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച് പോയിരുന്ന ആ പ്രസംഗം ഒരു ഒരു വലിയ പ്രവാഹമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഒരു വലിയ അനുഭവമാണ്. അദ്ദേഹം പ്രസംഗിച്ചതിൽ ഒരു കാര്യം എൻ്റെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിദ്യാഭ്യാസം കൂടുന്തോറും അഴിമതിയും കള്ളവും വഞ്ചനയും വർദ്ധിക്കുന്നു. കൂടുതൽ പഠിച്ചവരാണ് കൂടുതൽ കള്ളം ചെയ്യുന്നത്, കൂടുതൽ വഞ്ചിക്കുന്നത്, കൂടുതൽ അസത്യം പറയുന്നത്, കൂടുതൽ ജനദ്രോഹം ചെയ്യുന്നത്. അങ്ങനത്തെ വിദ്യാഭ്യാസമല്ല. അവർ അക്ഷരമൂഢന്മാരാണ്. അക്ഷരമായതിനെ മനസ്സിലാക്കാത്തവരാണ്. അക്ഷരമായത് ഒട്ടും പഠിക്കാത്തവരിലും ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അധികം പഠിക്കാത്തവൻ എന്ന് നമ്മൾ പറയുന്ന പലരും അധികം അറിയുന്നവരായിരിക്കും. ഉപനിഷത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അറിയാം എന്ന് പറയുന്നവനെയും വിശ്വസിക്കരുത്, അറിഞ്ഞൂടാന്ന് പറയുന്നവനെയും വിശ്വസിക്കരുത്. സംഗതി എന്താണ്? അറിയാം എന്ന് പറയുന്നവന് എല്ലാം അറിഞ്ഞൂടാ. എല്ലാം അറിഞ്ഞിട്ടല്ല വരുന്നത് എനിക്കറിയാമെന്ന്. ഞാനും പലപ്പോഴും പറയണം എനിക്കറിയാം. എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നു, എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞ എന്താ? എനിക്കെല്ലാം അറിഞ്ഞൂടല്ലോ. ഇന്ന് രണ്ടാമത് ഞാൻ ചിന്തിച്ചു നോക്കും. പക്ഷെ വീണ്ടും വേറെ ആരെങ്കിലും പറയാം എനിക്കറിയാം. എനിക്കറിയാം എന്ന് എല്ലാവർക്കും തോന്നും, എനിക്കറിഞ്ഞൂടാന്ന് എല്ലാവർക്കും തോന്നുന്നില്ല. അറിഞ്ഞൂടാന്ന് പറയാനും മടിയാണ്. അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് എന്തോ കുഴപ്പമാണ് നമ്മൾ വിചാരിക്കും. അതുകൊണ്ട് നമ്മൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ സ്വാമി ശുഭാനന്ദ ഗുരുദേവനെ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മള് വാരണാസിയിലുള്ള ആളല്ലേ, ഉദയനാഥത്തിലല്ലേ എന്നൊക്കെ പറഞ്ഞത് എനിക്കറിയാം. അറിയാമെന്ന് പറയുന്നത് ഒരഹന്തയായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നവനാണ് അറിവുള്ളവൻ. നേര് പറയണം എന്ന അറിവ് ഉള്ളവൻ. നേര് എന്ന് പറയുന്നതാണ് സത്യം. എന്നതാണ് ശരിയായ ആത്മബോധം. പ്രപഞ്ചത്തിൻ്റെ ഉണ്മ ആത്മബോധമാണ്. അതാണ് പ്രപഞ്ച നിയമം. ഋതഞ്ച സത്യഞ്ച അഭിത്തപസു എന്ന് തുടങ്ങുന്ന ഒരു ഋഗ്വേദ മന്ത്രമുണ്ട്. ഋതവും അതിനുശേഷം സത്യവും. പ്രപഞ്ച മഹാത്മാവിൻ്റെ പരമാത്മാവിൻ്റെ തപസ്സിൽ നിന്ന് ഉണ്ടായി. പ്രപഞ്ചമെന്ന് പറയുന്ന ഒരു മഹാത്മാവാണ്, അതിന് പരമാത്മാവാണ്. ആ പരമാത്മാവ് തന്നെയാണ് ഇത് മുഴുവനെങ്കിൽ ഈ വിളക്കും ഈ മൈക്കും ഈ വെളിച്ചവും ഇവിടെ ഇരിക്കുന്ന അമ്മമാരും എല്ലാം അതേ ആത്മാക്കൾ തന്നെയാണ്. ഇതാണ് ശിവാനന്ദ ഗുരുദേവൻ എത്രയോ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും എനിക്കൊരു ഭാഗ്യം കിട്ടി. അദ്ദേഹം പറഞ്ഞ പലതും വരികൾ വായിക്കാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ, ഭഗവാന്റെ കൃതികൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കൈ വച്ചിട്ടുണ്ട്, കഴിയുന്നത്ര പിന്തുടർന്നിട്ടുണ്ട്. ആകാശം മുഴുവൻ പറന്നെത്താൻ എനിക്ക് കഴിയില്ല. പക്ഷെ ആകാശം മുഴുവൻ ഉള്ളിൽ പേറുന്ന ചിലരുണ്ടായിരിക്കും. അവർ നമുക്ക് ഇത്തിരിയോളം കാണിച്ചു. അങ്ങനെ ആകാശങ്ങൾ മുഴുവൻ പേറിയിരുന്ന ഒരുപാട് പേര് നമുക്ക് പിന്നിലോട്ട് പോകുമ്പോൾ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഉപനിഷത്തില് അയം ആത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. സ അഹം സോഹം, അത് ഞാനാകുന്നു. ഈ പറയുന്ന ഉപനിഷത്ത് സൂക്തം മുഴുവനും ശിവാനന്ദ ഗുരുദേവൻ അസൽ ചെറുപോൽ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചെറുപോലിൻ്റെ അങ്ങനെയാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി എങ്ങനെ പറയണം എന്ന് നമുക്ക് കുറച്ചൊക്കെ ബോധപ്പെടുത്തി തന്ന ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആളുകളോട് സൗമ്യമായ ഭാഷയിൽ ഒറ്റ മനുഷ്യനോട് വിദ്വേഷമില്ലാതെ
ഒരു വർഗത്തോട്, ഒരു ജാതിയോട്, ഒരു മതത്തോട് ഒരു വിദ്വേഷവും പുലർത്താതെ ഏറ്റവും സൗമ്യമായ ഭാഷയിൽ ഏറ്റവും ഹൃദയംഗമമായി നേര് കൃത്യം പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഞാൻ അദ്ദേഹത്തെയും ഗുരുവായി സ്വീകരിച്ചിരിക്കുന്ന ആളാണ്. ഇതെല്ലാം കൊച്ചു പിള്ളേരടുത്ത് എന്ന മട്ടിൽ പറഞ്ഞു നടന്ന വേറൊരാളും ഉണ്ടായിരുന്നു, ചട്ടമ്പി സ്വാമികൾ. പള്ളിക്കൂടത്തിൽ നേരെ പഠിച്ചെടുത്തവരായവരൊക്കെ ആലോചിച്ചു. ശുഭാനന്ദ ഗുരുദേവൻ കോളേജിൽ പോയിട്ടില്ല. ശ്രീനാരായണ ഗുരു വലിയ ഗുരുക്കന്മാരുടെ കൂടെ പഠിച്ചെങ്കിലും അവരെക്കാൾ വലിയ ഗുരുവായെങ്കിലും ഡിഗ്രി ഒന്നും എടുത്തിട്ടില്ല. ചട്ടമ്പി സ്വാമി അലഞ്ഞു നടന്ന് പഠിച്ചതല്ല, തെണ്ടി പഠിച്ചതാണ്. ശരിക്കും പറഞ്ഞു ആട് കുഞ്ഞാമ്പിള്ള എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും പഠിച്ചിരുന്നത്. അവിടെ കിട്ടുന്ന പച്ചിലകൾ മാത്രം പറക്കി തിന്നുകൊണ്ട് നടക്കും. ആരെടുത്തും ഒന്ന് ചോദിച്ചു വാങ്ങിച്ചു പോലും കഴിക്കില്ല. അറിഞ്ഞു നടക്കും. അന്ന് നമ്മുടെ നാട്ടിൽ ഇത്തിരി പച്ചില ഉണ്ടായിരുന്നു. നമ്മൾ വികസിച്ചപ്പോൾ പച്ചിലയെല്ലാം പോയി. സത്യമല്ലേ? ഈ മാന്നാർ, ചെന്നിത്തല, ഈ മാവേലിക്കര പ്രദേശത്തും പണ്ടുണ്ടായിരുന്ന പച്ചിലകളുടെ എണ്ണം നോക്കിയാൽ ഇപ്പോഴെത്രയുണ്ടെന്ന് എണ്ണി നോക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളത് മുഴുവൻ മിക്കവാറും ഇല്ലാതാക്കി. പണ്ട് പച്ചില ഉണ്ടായിരുന്ന കാലത്ത് ചട്ടമ്പി സ്വാമികൾ നടന്ന് അവിടെ ഇവിടെ അലഞ്ഞു നടക്കും. അവധൂതന്മാരുടെ കൂടെയാണ് വലുത് പഠിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞു കൊടുക്കും. ഈ പച്ചിലകൾ നുള്ളിപ്പറക്കി തിന്നും. അതുകൊണ്ട് ആട് പച്ചില തിന്നുന്നതായതുകൊണ്ട് ഇദ്ദേഹത്തെ ആട് കുഞ്ഞാമ്പിള്ള എന്ന് വിളിക്കുമായിരുന്നു. ആക്ഷേപിക്കാൻ ആരും മോശമല്ലല്ലോ ഒരു നാട്ടിലും. തിരുവനന്തപുരത്തും മോശമല്ലായിരുന്നു. അതുകൊണ്ടാണ് ആട് കുഞ്ഞാമ്പിള്ള എന്ന് അദ്ദേഹത്തെ വിളിച്ചത്. ശുഭാനന്ദ ഗുരുദേവനെ ആക്ഷേപിച്ചവരും ഒട്ടും കുറവല്ലായിരുന്നു എന്ന് നാരായണ തീർത്ഥരുടെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നാരായണ തീർത്ഥർ എന്നൊരു ശിഷ്യൻ എൻ്റെ അവതാര കൃഷ്ണനായ ഗുരുദേവൻ എന്നൊരു പുസ്തകം ശുഭാനന്ദ ഗുരുദേവനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നീലകണ്ഠ തീർത്ഥർ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ മനസ്സിൽ നിന്നുകൊണ്ടാണ് പെട്ടെന്നുള്ളത്. അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത് പറയുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ സംസ്കാരം. പണ്ടത്തെയും സംസ്കാരം അത് തന്നെ. ആരെങ്കിലും എല്ലാവർക്കും ഹിതങ്കരമായി ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവനെതിരെ 10 ദൂഷണം പറയുക എന്നത് ഇന്നല്ല പണ്ടും ഉണ്ടായിരുന്നു, വളരെ മുമ്പേയും ഉണ്ടായിരുന്നു. അത് നമ്മൾ തുറന്നു വരികയാണ്. അത് കൂടുതൽ വികസിപ്പിച്ച് നമ്മളൊരു വികസന സംസ്കാരത്തിലേക്ക് പോവുകയാണ്. പരദൂഷണം വളരെ കൂടുതലാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു ആൻറ്റി സോഷ്യൽ മീഡിയ ഒട്ടിപ്പോൾ അത് പലർക്കുമെതിരെ പലതും ഉണ്ടാക്കി പറയാൻ നമ്മുടെ വിദ്യയും നമ്മുടെ ശക്തിയും നമ്മുടെ സിദ്ധിയും നമ്മുടെ ധനവും മുഴുവൻ സമയവും മുഴുവൻ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്ന ധൂർത്ത ദുഷ്ടന്മാരാണ് ആധുനിക വിദ്യാസമ്പന്നർ. അതുകൊണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസം ഇല്ലാതെ പോകണേ എന്നുവരെ കുറെ കാലം പഠിപ്പിച്ച് ജീവിച്ച എനിക്ക് തോന്നിയിട്ടുണ്ട്. വിദ്യ കൂടിയാൽ നമ്മൾ ദോഷം ചെയ്യും. അതാണ് നമ്മുടെ ദുഷ്ട സംസ്കാരം. അതിന് സംസ്കാരം എന്നല്ല പറയേണ്ടത്, വൈകൃതം എന്നാണ്. ഞാൻ അത് തുറന്നുകൂടെ പറയാം. വൈകൃതം എന്നാണ് അതിനെ പറയേണ്ടത്. ലോകത്ത് എല്ലാ വസ്തുവിലും ഗുണമെന്നും ദോഷമെന്നും നമ്മൾ കരുതുന്ന 2 അംശങ്ങളും ഉണ്ടാവും. ലോകം നമ്മുടെ ഭൂമിയുടെ ജീവിതം ദിനരാത്രങ്ങൾ ചേർന്നതാണ്. രാത്രിയുണ്ട്, പകലുണ്ട്, സൂര്യപ്രകാശമുണ്ട്, ചന്ദ്രപ്രകാശമുണ്ട്, കുറ്റിരുട്ടുണ്ട്, നല്ല പ്രകാശമുണ്ട്, മാറി മാറി വരുന്ന ഋതുക്കളുണ്ട്. എല്ലാ ഋതുവും ഒരുപോലെ സുഖകരമല്ല. നമുക്കറിയാം, ചില ഋതുക്കൾ നമുക്ക് പീഡകൾ കൂടുതൽ വരും, ചില ഋതുക്കൾ ചില സുഖങ്ങൾ തരും. എല്ലാം ക്രമപ്പെടുത്താനാണ്. അങ്ങനെ ക്രമപ്പെടുത്താനുള്ള ഈ ഋതുക്കളെ അനുകൂലമാക്കിയെടുക്കുക എന്നൊരു കർമ്മമുണ്ട് ആയുർവേദത്തിൽ. നമ്മുടെ ജീവിതത്തെ, ശരീരത്തെ സംസ്കരിക്കാനുള്ള പ്രക്രിയയാണ്. എൻ്റെ ശരീരത്തെ
കാലാനുയോജ്യമായി, ഋതുക്കൾക്കനുയോജ്യമായി, അവസ്ഥയ്ക്കനുയോജ്യമായി പരുവപ്പെടുത്തിയെടുക്കുക. ശരീരത്തെ അതുമായിട്ട് ചേർത്ത് കൊണ്ടുപോവുക. ഋതുവിനെ ചോദ്യം ചെയ്യലല്ല. നല്ല വേനൽ വരുമ്പോൾ ആ വേനലിൽ AC ഉണ്ടാക്കിയിരിക്കലല്ല, മറിച്ച് ആ ഋതുക്കളെ വേനലിനെ തന്നെ കുറച്ച് ശാന്തമാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ട് വേനൽ തരുന്ന അരിച്ചെടുത്ത നല്ലതുകളുണ്ട്, അതുകളെ അനുഭവിച്ച് നമ്മുടെ ശരീരത്തെ അതുമായിട്ട് ചേർക്കുക. ഏറ്റവും സുന്ദരമായ ഒരു വഴിയാണ്. സുഭഗ സലിലാവഗാഹ എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം കാളിദാസൻ ശാകുന്തളത്തിൽ പറയുന്നുണ്ട്. നല്ല വെള്ളത്തിൽ, തെളിഞ്ഞ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക, വെയിലത്ത് നല്ല മാന്തമലിൽ കിടക്കുക. രണ്ടും കേരളീയർക്ക് ഇപ്പോൾ അനുഭവിക്കാൻ യോഗം ഇല്ല. നമ്മളെല്ലാ മാവും വെട്ടി, എല്ലാ വെള്ളവും ദുഷിപ്പിച്ചു. മിച്ചം വന്ന വെള്ളം മുഴുവൻ അഴുക്കിട്ട് നശിപ്പിച്ചു. ആറ് മുഴുവൻ നികത്തി, തോട് മുഴുവൻ കളഞ്ഞു, കുളങ്ങൾ മുഴുവൻ നികത്തി. പഞ്ചായത്തുകാർ വികസനം എന്ന് പറയുന്നു. ഇതെല്ലാം തീർത്തു. ഒരു തുള്ളി നല്ല വെള്ളം പോലും ശേഷിപ്പിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ സംസ്കാരം. അതാണ് സംസ്കാരം. എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല. പ്രകൃതിയിൽ ഏവർക്കും ഒരേ സമയം നല്ലതും, ചിലപ്പോൾ ചിലർക്ക് ഹിതമല്ലാത്തതും, ചിലർക്ക് ഹിതമായതും, ചിലർക്ക് ദോഷം ചെയ്യുന്നതും ആ അംശങ്ങൾ കാണും. ഈ എല്ലാ അംശങ്ങളും ഈശ്വരന്റെ സൃഷ്ടി തന്നെയാണ്. വിഷമം എന്ന് പറയുന്നതും അമൃതം എന്ന് പറയുന്നതും ഇതുപോലെ ദൈവ സൃഷ്ടിയാണ്. ഇത് രണ്ടും സമൂഹത്തിന് ആവശ്യമാണ്. ഇതൊന്നും ചീത്തയല്ല, ഒന്നും ചീത്തയല്ല എന്ന് കരുതാൻ നമുക്ക് പറ്റുമോ? യോഗികൾക്ക് സാധിക്കും. മഹായോഗികൾക്ക്, ഇപ്പൊ ഗുരുദേവനെ പോലുള്ളവർക്ക് ഒന്നും ചീത്തയല്ല എന്ന് കാണാൻ സാധിക്കും. നമ്മൾ വിഷദൃഷ്ടികളും വിഷമദൃഷ്ടികളുമാണ്, സമദൃഷ്ടികളാവില്ല. സമത്തിന് വിപരീതമാണ് വിഷമം. സമം വിപരീതം വിഷമം. വിഷമദൃഷ്ടികളാണ് നമ്മൾ. നമ്മളൊന്നും സമമായി കാണില്ല. അതുകൊണ്ടാണ് ജാതി മത വൈരവും വിദ്വേഷവും അസമത്വവും നമുക്ക് തോന്നുന്നത്. സമമായി കണ്ണെന്ന കണ്ണിൽ അതൊന്നും ഉണ്ടാവില്ല. ആ സമദർശനം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് സംസ്കാരം വേണം. ഏതുപോലെ ഭല്ലാതകം എന്നൊരു കാര്യമുണ്ട്. ഭല്ലാതകം വൈദ്യശാസ്ത്രം പഠിച്ചവർക്ക് അറിയാമായിരിക്കും. ഭല്ലാതകാസവം എന്നൊരു ആസവമുണ്ട്. ആസ്പെക്റ്റൊക്കെ ഉപയോഗിക്കുന്നതാണ്. ക്യാൻസറിനും അത് ഉപയോഗിക്കും എന്നെനിക്ക് തോന്നുന്നു. ഭല്ലാതകാസവം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. ചേർക്കുരു, ചേരുമരത്തിൻ്റെ കുരു, അതാണ് ഭല്ലാതകം. രാമ്പാക്കുരു എന്നും പറയും. ചേര് തൊട്ടാൽ ശരീരം ചിലർക്ക് ഊതി തടിക്കും, അലർജി ഉണ്ടാവും, ശരീരം തടിപ്പിക്കും. ഒരു മരമുണ്ട്. ആ ചേരുമരം നമ്മുടെ ശരീരത്തിന് നീര് വെപ്പിക്കുകയും ചൊറിച്ചിലുണ്ടാക്കുകയും ചിലപ്പോൾ ആപത്തുണ്ടാകും, ജീവൻ ആപത്ത് വരുത്തുകയൊക്കെ ചെയ്യും. അതിന് പ്രതിക്രിയയായിട്ട് ചെയ്യുന്നത് താമ്യമരമാണ്. ചേരമാവൻ ചെയ്ത പഴയ്ക്ക് താമ്യമ്മാവൻ കൊടുക്കണം എന്ന് പറഞ്ഞ് പോയി താമ്യെ ചുറ്റണം എന്നാണ് ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. ഒരു മരം ചിലപ്പോൾ നമ്മളെ ചെറുതായിട്ട് വേദനിപ്പിക്കും, ചിലർ ഉപദ്രവിക്കും. അതിൽ നിന്ന് വേറൊരു മരം രക്ഷിക്കും. ഇതാണ് ഈ ചേർക്കുരു. ഒരുപാട് കറയുള്ളതാണ്. ശരീരത്തിൽ തൊട്ടാൽ പൊള്ളും എൻ്റെ കറ, അത്രയ്ക്ക് ദോഷമുള്ളതാണ്. പക്ഷേ ഈ ചേർക്കുരു ഒന്നാം തരം മരുന്നാണ്. അതാണ് ആസ്മയ്ക്ക് ഒന്നാം തരം മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ക്യാൻസറിനും അത് മരുന്നായിട്ട് ഉപയോഗിക്കും ഞാൻ കേട്ടിട്ടുണ്ട്, എവിടെയോ വായിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇതെങ്ങനെ ഇതിൻ്റെ ദോഷം ചെയ്യാനുള്ള അംശങ്ങളെ മാറ്റി 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 ശുദ്ധീകരിച്ചെടുക്കുക, അതാണ് ചെയ്യുന്നത്. ഈ ശുദ്ധീകരണത്തിനെയാണ് സംസ്കരണം എന്ന് പറയുന്നത്. അങ്ങനെ ശുദ്ധീകരിക്കലാണ് സംസ്കാരം. സമൂഹത്തിൽ എല്ലാവർക്കും എല്ലാവിധത്തിലും നന്മ ചെയ്യുന്നതിൽ അംശം കാണും. എല്ലായ്പ്പോഴും നന്മ ചെയ്യില്ല.
ചിലർക്ക് ദോഷമായി ഭവിക്കും. പക്ഷേ ഏവർക്കും ഹിതങ്കരമായിട്ട് അതിനെ സംസ്കരിച്ചെടുക്കുക, ആ സംസ്കരണം നടത്തുന്നതിനെയാണ് മനുഷ്യശീലത്തിൽ, മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യന്റെ ക്രമചര്യകളിൽ സംസ്കാരം എന്ന് പറയും. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, 10,000 വർഷക്കണക്കിനുള്ള കാര്യങ്ങൾ കാണും. ഇത്രയും 10,000 വർഷക്കണക്കിനുള്ള കാര്യങ്ങളിൽ നല്ലതിനെ മാത്രം അരിച്ചരിച്ചരിച്ചെടുത്ത് വരും തലമുറയ്ക്ക് ഔഷധീയമായി, ധാർമ്മികമായി കൊടുക്കുമ്പോഴാണ് അത് സംസ്കാരമായി പരിണമിക്കുന്നത്. അതാണ് സംസ്കാരം. അതിനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത്. മറ്റു ജന്തുക്കൾക്ക് അത്രത്തോളം ചെയ്യണമെന്നില്ല. അവർക്ക് ഇത്രയും ഓർമ്മയും 10,000 വർഷത്തെ ഓർമ്മയും അതിൻ്റെ അഭിമാനവും ചുമന്നു നടക്കാനുള്ള ത്രാണി അവർക്ക് എല്ലാത്തിനും പ്രത്യക്ഷമായി കാണില്ലായിരിക്കും, പരോക്ഷമായി എല്ലാത്തിനും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കും. യഥാ ബ്രഹ്മാണ്ടേ തഥാ പിണ്ടാണ്ടേ. ബ്രഹ്മാണ്ടത്തിലുള്ളത് തന്നെ മാക്രോകോസത്തിൽ ഉള്ളത് തന്നെ മൈക്രോകോസത്തിലും പിണ്ടാണ്ടത്തിലും ഉണ്ട്. പ്രപഞ്ചത്തിൽ മുഴുവനുള്ളത് ഒരമ്മയുടെ വയറ്റിൽ ആദ്യം ഒറ്റ കോശമായി പിറക്കുന്ന, വെറും ഒറ്റ സെല്ലായി പിറക്കുന്ന ശിശുവിനകത്തും ഉണ്ട്. അതാണ് നേരത്തെ വിശ്വം ഒരു ഭിത്തിയിൽ മയങ്ങി ഉണരുന്നെന്ന സത്യബോധത്തിന് അദ്ദേഹം ഒന്ന് ഓർമ്മിപ്പിച്ചു. ഞാൻ എഴുതിയ ഒരു വഴി, പ്രപഞ്ചം ഒരു വിത്തിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു, ഒരു പ്രപഞ്ചം അതിങ്ങനെ ഉണർന്നുണർന്നു വരുന്നു. ഛാന്തോഗ്യോപനിഷത്തിൽ ശ്വേതകേതുവിനോട് അച്ഛൻ ഉദാരകാരുണി പറയുന്നു, മോനെ ഒരു ആലിൻ്റെ പഴം കൊണ്ടുപോവാ. അച്ഛാ ഞാൻ ഇതാ പഴം കൊണ്ടുവന്നല്ല, ഇതാ കൊണ്ടു. എങ്ങനെ ഇരിക്കുന്നു? ഇത്രയായിട്ട് ഉരുണ്ടായിട്ടിരിക്കുന്നു. മോനെ അതൊക്കെ പൊട്ടിച്ചു നോക്ക്. അച്ഛാ ഞാൻ ഇതാ പൊട്ടിച്ചല്ല, അതിനകത്ത് എന്ത് കണ്ടു മക്കളെ? അത് അച്ഛൻ അതിനകത്ത് കൊച്ചു കുരുക്കൾ ഇരിക്കുന്നു ആലിൻ പഴത്തിനകത്ത്. ഇന്നത്തെ കുഞ്ഞുങ്ങൾ ആലിൻപഴം കാണാറുണ്ടോ എന്ന് നമുക്കറിയില്ല. ആ മരങ്ങൾ മുഴുവൻ നമ്മൾ കഴിയുന്നത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വികസനക്കാരും റോഡുകാരും ഒക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൽമരം എന്തിനുള്ളതാണ്, എന്തിൻ്റെ പ്രതീകമാണ് എന്ന് പലർക്കും ഒരു പിടിയും ഇപ്പോൾ ഇല്ല. നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ആധ്യാത്മികതയുടെ ബിംബമാണ് ആൽമരം. നമുക്കറിയാം, ഊർധ്വമൂലം സശാഖം ശ്വത്ഥം പ്രാഹുലഭൂയം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണമേ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോഴാണ് അവർ കോസ്മോളജിക്ക് അപ്പുറത്തേക്ക്, പ്രപഞ്ചജ്ഞാനത്തിന് അപ്പുറത്തേക്ക് ഈ അച്ഛൻ ഞാനിതാ കൊണ്ടുവന്നല്ലോ ഈ വിത്ത്, ഇതിനകത്ത് കുഞ്ഞു കുരുക്കൾ, കടുകിനേക്കാളും ചെറിയ കുരുവാണ് കാണുന്നത് എന്ന് മോൻ പറഞ്ഞു. മോനെ അപ്പോൾ ആ ചെറിയ കുരു എന്നെടുത്ത് ഒന്ന് പൊട്ടിച്ചു നോക്കുന്നു. അച്ഛൻ ഞാനിതാ പൊട്ടിച്ചല്ലോ, എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല. ചെറിയ കുരു ഒന്ന് പൊട്ടിച്ചാൽ കയ്യിൽ കൊള്ള കുരുവില്ല. ആലിൻ്റെ കുരു കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതൊക്കെ തീരെ മണൽത്തരിയുടെ ഏറ്റവും ചെറിയ തരി പോലുള്ള ഒരെണ്ണമാണ്. അത് പൊട്ടിച്ച ഒന്നുമില്ല, പൊട്ടിച്ചൊന്നുമില്ലല്ലോ. മോനെ ഈ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ വൃക്ഷം ആൽമരം ഉണ്ടായി. ഈ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ മഹാപ്രപഞ്ചം ഉണ്ടായത്. ആലോചിച്ച് നോക്കൂ, നിന്നിലേക്ക്, നിന്റെ അകത്തിരിക്കുന്നുണ്ട് ആ പ്രപഞ്ചം. പിന്നെ നിന്റെ അകത്തിരിക്കുകയാണെങ്കിൽ, ഈ പ്രപഞ്ചം നിന്റെ അകത്തുണ്ടെങ്കിൽ ഒന്നും വേറെയല്ല, ഒന്നും അന്യമല്ല. ഇത്ര അറിഞ്ഞാൽ മതി. ഇതാണ് ആത്മബോധം. ഇതാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇങ്ങനെ വന്നപ്പോൾ ഇതാണ് ഈ ലോകത്തിന് കൊടുക്കേണ്ടുന്ന ബോധം എന്ന് മനസ്സിലാക്കാം. ഇതാണ് ആത്മബോധം. ഇത് മുഴുവൻ എന്നിലുണ്ട് എന്ന് സ്വയം അറിയുന്നവനാണ് അറിയുന്നവൻ. ആ അറിയുന്നവൻ
ലോകം മുഴുവൻ എൻ്റെയാണ്, ഞാനാണ്, ഇവരെല്ലാം എൻ്റെയാണ് എന്ന് കരുതും. അയം നിജ പരോവേദി ഗണന ലഘുചേതസ ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞത്. ഇതെൻ്റെ, അത് അവൻ്റെ, മറ്റേ നിൻ്റെ. വേർതിരിക്കുന്നത് ലഘുചേതസ്സുകളുടെ സ്വഭാവം, അല്പബുദ്ധികൾ. നമ്മുടെ അറിവുകളെല്ലാം അല്പബുദ്ധി പ്രദങ്ങളായിപ്പോയി. അല്പബുദ്ധികളെ വളർത്തുന്നുള്ളൂ, ദുഷ്ടബുദ്ധികളെ വളർത്തുന്നുള്ളൂ, വിഭേദശീലങ്ങളെ വളർത്തുന്നുള്ളൂ, സ്വാർത്ഥതയെ വളർത്തുന്നുള്ളൂ, അമിതമായ ആർത്തിയെ വളർത്തുന്നു, അഹന്തയെ വളർത്തുന്നു, സ്വയം പോലും കാണാൻ കഴിയാതാകുന്നു. അവിടുന്ന് മാറി ഉദാര ദൃഷ്ടികളാവുക, വിശാല ദൃഷ്ടികളാവുക. വിടർന്ന കണ്ണുകളോടുകൂടി ഗരുഡൻ പ്രപഞ്ചത്തിനെ നോക്കി കാണുമ്പോൾ മുകളിൽ നിന്നുകൊണ്ട് ഈ ഭൂമിയെ മുഴുവൻ നോക്കി കാണുക. കാണുമ്പോൾ എല്ലാം ഞാൻ തന്നെയാണ്, ഇതെല്ലാം ഞാൻ തന്നെയാണ് എന്ന അറിവ് സ്വയം ഉണ്ടാകുമ്പോൾ എല്ലാത്തിനെയും അറിയാതെ സ്നേഹിച്ചു പോകും. സ്വന്തം കുഞ്ഞിനെ, പിറന്ന കുഞ്ഞിനെ അമ്മ സ്നേഹിക്കും പോലെ. അതാണ് സ്നേഹം. മറ്റൊന്നും സ്നേഹമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അമ്മയ്ക്ക്, നല്ല അമ്മയ്ക്ക്, ഇന്നത്തെ അമ്മ ഒരു പ്രശ്നമാണ്, ഞാനത് പറയുന്നില്ല. നല്ല അമ്മയ്ക്ക്, എൻ്റെ അമ്മ എന്ന് പറയുന്നത് ശങ്കരാചാര്യർ പറഞ്ഞ അമ്മയാണ്. പുത്രോ ജായേത ക്വചിതപി കുമാര ഭവതി. കൊള്ളരുതാത്ത മകനുണ്ടാവാം, പക്ഷെ കൊള്ളരുതാത്ത അമ്മ ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് ശങ്കരാചാര്യർ. ആ ശങ്കരാചാര്യർ പറഞ്ഞ അമ്മയെ ഞാൻ നിത്യവും നമസ്കരിക്കുന്നുണ്ട്. മഹാമാതാവ് ഒരിക്കലും ഒരു ചീത്ത അമ്മ ഉണ്ടാവില്ല ഞാനും കരുതുന്നു. അങ്ങനെ തന്നെ വേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനത്തെ ഒരമ്മയ്ക്ക് സ്വന്തം പ്രസവിച്ച കുഞ്ഞിനോട് തോന്നുന്ന സ്വന്തം എന്ന കരുതൽ, അത് ഒരു പട്ടിയിലുണ്ട്, പൂച്ചയിലുണ്ട്, പശുവിലുണ്ട്, നമുക്കറിയാം. ഒരു സ്വന്തം മക്കളോട് തോന്നുന്ന ആ സ്നേഹം ഒരു പട്ടിക്കുട്ടിയുടെ അടുത്ത് പോയാൽ പ്രസവിച്ച് കിടക്കുന്ന പട്ടി അപ്പോൾ കടിച്ചോളുന്നുണ്ട്. പശുവിനതും അത് തന്നെയാണ്. ആ പ്രകൃതി സിദ്ധമായ, പ്രകൃതിദത്തമായ മഹത്തായ സ്നേഹം ഒരു പ്രപഞ്ച സ്നേഹം, പങ്കുവയ്ക്കാത്ത സ്നേഹം. അത് തന്നെയാണ് പരമമായ ആത്മീയത. ഒരു കൊച്ചു മനുഷ്യനിൽ, ഒരു കൊച്ചു ജന്തുവിൽ വന്ന് കുടുങ്ങിക്കിടക്കുന്ന പരമമായ ആത്മീയത. ആ ആത്മീയതയെക്കുറിച്ചാണല്ലോ നമ്മുടെ ഇവിടെ ശുഭാനന്ദ ഗുരുദേവൻ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ 1-ാം ഭാഗത്തിൽ ആത്മാവിനെക്കുറിച്ചുള്ള പാട്ടുകൾ തന്നെ കുറഞ്ഞതൊരു 10-100 ഉണ്ടാവും ഞാൻ ചോദിക്കുന്നു. അത് കൊണ്ടുവന്നു, ഇത് കൊണ്ടുവന്നു. പ്രസംഗം നിർത്തിക്കോ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കവിത ചൊല്ലണമെന്നാണ് കത്ത് കുറിപ്പ് കിട്ടിയത്. എന്നുവെച്ചാൽ പ്രസംഗം നിർത്തണം എന്നാണ്, അല്ലെങ്കിൽ ഞാൻ നിർത്തും. എന്തായാലും ഇതാണ് എനിക്ക് ഉള്ള ഒരു സങ്കല്പം. ആത്മാവിനെ കുറിച്ചാണ് ശുഭാനന്ദ ഗീതങ്ങളിൽ ഏറെ. ആത്മാവ് എന്ന പദമില്ലാത്ത പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ തീരെ കൊള്ളാം. ആ ആത്മ എന്ന ശബ്ദത്തിന് പ്രപഞ്ചത്തിൻ്റെ പര്യായം എന്ന തരത്തിലുള്ള ഒരവസ്ഥയാണ്. പ്രപഞ്ചത്തിൻ്റെ പരമോർജമാണ്. ആ ഊർജം എന്നിലുണ്ട് എന്ന ബോധം ഓരോ വ്യക്തിയും ഉദിക്കുമ്പോഴാണ് ഒരുത്തൻ വിദ്വാനാവുന്നത്. ആ വിദ്വാൻ വിപ്രൻ, വിശേഷിച്ചറിയുന്നവനാണ് വിപ്രൻ. അത് ഡിഗ്രി വേണ്ട, അല്ലാതെ അറിയും. അങ്ങനെ അറിയുന്നവനാണ് വിദ്വാനാവുന്നത്. ആ വിദ്വാൻ അല്ലെങ്കിൽ വിപ്രൻ മനസ്സിലാക്കും ഏകം സത് വിപ്ര ബുദ്ധ വദന്തി.
പരമമായ ഏകമായ ഒരു ശക്തി തന്നെയാണ് എല്ലാം. ആ ഒരു ശക്തിയെ തന്നെയാണ് അറിയുന്നവർ പല രീതിയിൽ പല പേരിൽ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഋഗ്വേദത്തിലെ പ്രസിദ്ധമായ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമാണിത്. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്നത്. അന്നേ അറിയാമായിരുന്നു ഏകോ ദേവ സർവഭൂതേഷു ഭൂത സർവവ്യാപി സർവഭൂതാന്തരാത്മാ. ഒറ്റ ദേവനേ ഉള്ളൂ. ആ ദേവൻ ഞാൻ തന്നെയാണ്. സംസ്കാരമാകണമെങ്കിൽ ആ സംസ്കാരം സാർവകാലികമായ ശ്രേയസ് കൊടുക്കുന്നതാവണമെങ്കിൽ അധ്യക്ഷൻ പൂജനീയനായ സ്വാമിജി പറഞ്ഞതിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം, എല്ലാ രാജ്യത്തെയും വിദ്യാഭ്യാസം, ആധുനിക കാലത്തെ വിദ്യാഭ്യാസം ആത്മീയതയിൽ ഉറച്ചിരിക്കണം. ഇതാണ് എൻ്റെ അഭിപ്രായം. വിദ്യാഭ്യാസം ആത്മീയം തന്നെയാണ്. അതിൻ്റെ കുറവ് കൊണ്ട് ബാക്കി എല്ലാ യത്നങ്ങളും ദുഷ്ടമായി പോകും. ആത്മീയത ഉണ്ടെങ്കിൽ സ്വാർത്ഥത വരില്ല. സ്വാർത്ഥത ഇല്ലാതായാൽ മാത്സര്യം കടുക്കൂല. മാത്സര്യം കടുക്കാതിരുന്നാൽ വ്യാപാരം നടക്കൂല. ഇപ്പം വിദ്യാഭ്യാസം എന്നത് ഒന്നാന്തരം കച്ചവടമാണെന്ന് എല്ലാവർക്കും അറിയാം. ആത്മീയതയിൽ ഉറച്ച വിദ്യാഭ്യാസമാണെങ്കിൽ അത് കച്ചവടമല്ല, വിഭാഗീയമല്ല, പിശാചുക്കളെ സൃഷ്ടിക്കുന്നതും അല്ല. ഓരോ കുഞ്ഞിലെയും ദേവനെ ഉണർത്തുന്നതാണ്. ഓരോ കുഞ്ഞിലെയും ദേവനെ ഉണർത്തുമ്പോൾ ഭൂമി ദേവഭൂമിയായി മാറും. അതിലേക്ക് സാംസ്കാരികമായ നമ്മുടെ എല്ലാ പ്രവർത്തനവും വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനവും ഒരു സമൂഹ മനസ്സിൻ്റെ മുഴുവൻ ഭാഗഭാഗിത്വമുള്ള സാന്നിധ്യമുള്ള സമ്പൂർണമായ ആത്മീയ വിദ്യാഭ്യാസമാകണമേ എന്നാണ് എൻ്റെ വിനീതമായ പ്രാർത്ഥന. അവിടെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പേരിട്ട മതം ഇല്ല, വേർതിരിച്ചു വെച്ച ജാതിയും ഇല്ല. ഇപ്പോൾ മനുഷ്യാണാം മനുഷ്യത്വം ജാതഗോത്വം ഗവാം യഥാ എന്ന് ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ എന്നതൊറ്റ ജാതി, മൃഗം വേറൊരു ജാതി എന്ന് തിരിക്കാം. അവർക്ക് പല തൊഴിലുകളുണ്ട്. അതിൽ മുഖ്യമന്ത്രി ഒരു ജാതിയല്ല. മുഖ്യമന്ത്രി എന്നത് ഒരു തൊഴിലാണ്. മന്ത്രി ഒരു ജാതിയല്ല, അത് വേറൊരു തൊഴിലാണ്. മന്ത്രിയുടെ PA അത് വേറൊരു തൊഴിലാണ്. ഇതെല്ലാം മനുഷ്യരാണ്. ഇത് മാത്രം എടുത്താണ്. ഇതെല്ലാം മനുഷ്യരാണ്, സർവത്ര മനുഷ്യരാണ്. എല്ലാവർക്കും പുതിയ ജനായത്വം എന്ന് പറയുന്നതിൽ ഒറ്റ ഒറ്റേ ഉള്ളതാണ്. ഇതെല്ലാം മനുഷ്യരുണ്ട്. മനുഷ്യരൊന്നാണ് എന്ന് മരണം വരുമ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാകും. പിടിച്ചാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ മനുഷ്യരായി വന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൗത്യം, കടമ മറ്റു മനുഷ്യരെയും സഹജീവികളെയും സ്നേഹിക്കുകയും അവർക്കുള്ളത് അവർക്ക് തന്നെ കിട്ടാൻ സഹായിക്കുകയും അവരുടെ മനസ്സും നമ്മുടെ മനസ്സും കൂടെ ഒരുമിച്ചിരിക്കുകയും ഒരു ജന്തുവിനും ഒരു ഉപദ്രവവും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. മനസ്സുകൾ ഒരുമിക്കാൻ പഴയ ഏറ്റവും വലിയ മനഃശാസ്ത്ര പദ്ധതി പ്രാർത്ഥന ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശുഭാനന്ദ ഗുരുദേവൻ പ്രാർത്ഥനയുടെയും ഗാനത്തിൻ്റെയും ഒരാചാര്യൻ ആയിരുന്നു. അത് ആരും അറിയാതെ അദ്ദേഹം മനഃശാസ്ത്രം പ്രയോഗിച്ചതാണ്. ശരിക്കും എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മനസ്സും ഒരേ തരംഗത്തിലാണ്. അതാണ് ഋഗ്വേദത്തിലെ ആ സംവാദ സൂക്തത്തിൻ്റെ ഒരു സംഘർഷത്വവും സമ്പദത്വവും സംഭവവും മനാംസി ജ്ഞാനഭാവം. എല്ലാ മനസ്സും ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ
എല്ലാ മനസ്സും നന്നെ പ്രാർത്ഥിക്കട്ടെ. ഈ ശുഭാനന്ദാശ്രമത്തിൻ്റെ സന്ദേശം ആ വിധത്തിൽ ആധ്യാത്മിക സന്ദേശമായി ലോകത്തിന് ഗുണകരമായി എന്ന് വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സംഭവത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ശുഭാനന്ദ ഗുരുദേവനോടാണെങ്കിലും അദ്ദേഹം ഈ ജ്യോതിർമയാനന്ദ സ്വാമിയുടെ വേഷത്തിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ അദ്ദേഹം 2-3 പ്രാവശ്യം വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്നെ ഇവിടേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ വന്നത് എനിക്ക് വലിയ ഗുണമായി. എൻ്റെ മനസ്സിലെ കുറച്ച് അഴുക്ക് കളയാൻ ഈ സന്ദർഭം എനിക്ക് കൂടുതൽ സഹായമായി. എന്നും മനസ്സിൽ അഴുക്ക് കയറിക്കൊണ്ടിരിക്കും. ഇത്തിരി ശരിച്ച് കഴുകിക്കൊണ്ടേ ഇരിക്കണമെന്നാണ് ഞാൻ എന്നെ പഠിപ്പിക്കാറ്. ഇന്ന് അങ്ങനെ ഒരു ശുദ്ധീകരണ ദിവസമാണ്. ഞാൻ വരട്ടെ എല്ലാ മനുഷ്യർക്കും എപ്പോഴും എന്നൊരുമാറാകട്ടെ. എല്ലാ ജന്തുജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും സുഖം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കവിത വേണമെന്ന് പറഞ്ഞു. ഏത് കവിത വേണം എന്ന് നിഷ്കർഷിച്ചില്ല. പക്ഷെ ഇവിടെ ശ്രീ ആത്മലാൽ സംഗീതജ്ഞനാണ്, പ്രഭാഷകനാണ്, ആളുകളോടെ വലിയിരിക്കുവാനാണ്, പ്രേമിയാണ്. ഞങ്ങൾ തിരുവല്ല ക്ഷേത്രത്തിൽ ചൊല്ലിക്കെ കണ്ടു ഒരു പ്രാവശ്യം. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പന അഗസ്ത്യ ഹൃദയം എന്ന കവിത ചെയ്യുന്നു. എൻ്റെ കവിത പ്രായേണ ഹിറാമുട്ടിയ എളുപ്പപ്പിടിയൊന്നുമില്ല. സത്യം ഞാൻ പറയുക. പാടുന്ന കേൾക്കുമ്പോൾ ആലോചിക്കുമ്പോൾ അർത്ഥം അറിയാതെ അർത്ഥം അറിഞ്ഞ് ചിലപ്പോൾ പാടും. പക്ഷേ എളുപ്പം പിടികിട്ടില്ല എന്നറിയാം. അഗസ്ത്യ ഹൃദയം ആദ്യത്തെ നാളികേര ഭാഗമായിട്ടുള്ളൊരു കവിതയാണ്. ഞാൻ എഴുതിയത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഞാൻ തന്നെ രാമനായി. രാമൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഈ കവിതയിൽ രമിക്കുന്നവൻ. പുതിയ ജീവിതം നമുക്ക് രമണീയമായിരിക്കണം. നമുക്ക് എന്നും പോയി പുറത്തെ കടയിൽ നിന്ന് തിന്നണം, പടമെടുത്ത് ഫേസ്ബുക്കിൽ ഇടണം, മറ്റത് ചെയ്യണം, മറിച്ച് ചെയ്യണം, ഇങ്ങനെയൊക്കെ രമിക്കാനാണ് നമുക്ക് താല്പര്യം. അതിന് വേണ്ടുന്ന എല്ലാം പുതിയ കാലം ഉണ്ടാക്കി തരുന്നുണ്ട്. അങ്ങനെ രമിച്ച് സ്വന്തം സുഖം തേടി മറ്റു പലതിനെയും ഉപേക്ഷിച്ച് സ്വന്തം പ്രകൃതിയെ പോലും നശിപ്പിച്ച് ജീവിച്ചു വരുന്ന എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് തന്നെ മാരകമായ അസുഖം വന്നു. എന്താണ് രക്ഷ എന്ന് ഞാൻ നോക്കി. അഗസ്ത്യകൂടത്തിൽ പോയാൽ രക്ഷ കിട്ടും എന്ന് തോന്നി. ഞാൻ അങ്ങോട്ട് പോകും. ഇതാണ് ആധുനിക നരൻ. സ്വന്തം പ്രവൃത്തി കൊണ്ട് ആതുരനായി പോയ, രോഗിയായിപ്പോയ, മനോരോഗിയും ദേഹരോഗിയും രണ്ടുമായി പോയ ആധുനിക നരൻ അന്തിമ രക്ഷയ്ക്ക് അഗസ്ത്യനെ തേടിപ്പോകുന്നതായി ഞാൻ സങ്കല്പിച്ചു. 1985 ഞാൻ എഴുതുന്നത്. 85 40 വർഷത്തോളം മുമ്പ്. അങ്ങനെ അഗസ്ത്യകൂടത്തിൽ പോകുമ്പോൾ എൻ്റെ അകത്തിരുന്ന ഒരുത്തൻ പറയുന്നു, തളർന്നല്ലേ, ഞാൻ ഇവിടെ വരാം, പിടിച്ചോ, നടക്കാം. എൻ്റെ അനുജൻ ലക്ഷ്മണൻ അകത്തിരിക്കുകയാണ്. ലക്ഷ്മൺ എന്ന് പറഞ്ഞാൽ ഛായ, തണൽ, നിഴൽ, ആശ്രയം എന്നൊക്കെ അർത്ഥമുണ്ട്. രാമന്റെ അനുജൻ ലക്ഷ്മണൻ. എൻ്റെ കവിതയുടെ അർത്ഥത്തിൽ ഇതെൻ്റെ മനസ്സാക്ഷിയാകുന്നു. ലക്ഷ്മണൻ അവനാണ് എന്നെ അഗസ്ത്യകൂടത്തിലേക്ക് നയിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ അതും ഞാൻ നശിപ്പിച്ചിരിക്കുന്നു. പച്ചില പോലും
നശിപ്പിച്ചു, മേഘങ്ങളെ പോലും നശിപ്പിച്ചു, പ്രകാശത്തെ പോലും നശിപ്പിച്ചു, അക്ഷരത്തെ പോലും ഞാൻ നശിപ്പിച്ചു. ആ അവസ്ഥയിൽ അപ്പോൾ എൻ്റെ ലക്ഷ്മണൻ അകത്തിരിക്കുന്ന മനസാക്ഷി എന്നോട് പറഞ്ഞു തരുന്നു, നിന്റെ ശരീരമാകുന്ന കുടത്തിൻ്റെ അകത്ത് അഗസ്ത്യൻ നിന്റെ രക്ഷകൻ, നിന്റെ ബോധം ഉണ്ട്. അതുണർത്ത്. പിന്നെ പറയുന്നു, നിന്റെ മനസ്സാകുന്ന കുടത്തിൻ്റെ അകത്ത്, നിന്റെ വികാരത്തിൻ്റെ കുടത്തിൻ്റെ അകത്ത് നിന്റെ രക്ഷകനായ ശുദ്ധീകർത്താവായ അഗസ്ത്യൻ ഉണ്ട്. ഉണർത്ത്. പിന്നെ പറയുന്നു, നിന്റെ വാക്കിൻ്റെ, അതായത് ബോധത്തിൻ്റെ, വാക്കാണ് ബോധം. വാക്സ്വരൂപം വൈദികമായി നോക്കുമ്പോൾ വാക്ക് എന്ന് പറയുന്നതാണ് പ്രഥമ സൃഷ്ടി, അതാണ് ബോധം. ആ വാക്കിൻ്റെ കുടത്തിൻ്റെ ഉള്ളിൽ, നിന്റെ സഹസ്രാരത്തിൻ്റെ ഉള്ളിൽ, ഷടാധാരത്തിൻ്റെയും ഉള്ളിൽ നിന്റെ ശക്തി ഇരിപ്പുണ്ട്. നീ ഉണർത്ത്. അതാണ് നിന്റെ ബോധം. അങ്ങനെ ലക്ഷ്മണൻ എന്ന എന്നിലെ ഞാൻ, എന്നിലെ പുറത്തെ സ്വാർത്ഥനായ സുഖിയായ സുഖിമാനായ രാമനെ ഉപദേശിക്കുന്ന മട്ടിലാണ് വാസ്തവത്തിൽ അഗസ്ത്യഹൃദയം എന്ന കവിത എഴുതിയത്. അതുകൊണ്ട് അഗസ്ത്യഹൃദയം എന്ന് നിർദ്ദേശിച്ചത് ഇവിടെ എന്തായാലും ഉചിതമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആത്മബോധത്തിൻ്റെ ഇടത്തിൽ നേരെ ചൊല്ലിയാൽ 22 മിനിറ്റിൽ കൂടും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുരുക്കി കൊടുക്കാം. അതായിരിക്കും ഇവിടെ ഉചിതം. രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിന് മുൻപേ കനൽക്കാട് താണ്ടാം, നോവിന്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. രഘുരാമ നാം ഇനിയും നടക്കാം, രാവിനു മുൻപേ കനൽക്കാട് താണ്ടാം, നോവിന്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. ചിരനീണ്ട വഴിയളന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിൽ, ചിലയും അമ്പും നീട്ടിയിരതിരഞ്ഞും ഭാണ്ഡമൊലി പാർന്ന ചുടിയൽപ്പാൽ പൊതിഞ്ഞും, മലകയറുമീ നമ്മളൊരു വേള ഒരു കാതമേ ഉള്ളു മുകളിലെത്താൻ, ഇപ്പൊഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ, ഈ പാപശില നീ അമർത്തിച്ച വിട്ടു. ഇപ്പൊഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ, ഈ പാപശില നീ അമർത്തിച്ച വിട്ടു. ജീവന്റെ തീമഴുവെറിഞ്ഞു ഞാൻ നീട്ടും, ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറു. ഗിരിമകുടമാണ്ടാൽ അഗസ്ത്യനെ കണ്ടാൽ, പരലുപോലെ താരമിഴിയൊളി പുരണ്ടാൽ, കരളിൽ കലക്കങ്ങൾ തെളിയുന്ന പുണ്യം, ജ്വരമാണ്ടൊരുടലിന് ശാന്തി ചൈതന്യം. ഒടുവിൽ നാളെത്തി ജന്മശൈലത്തിന്റെ കൊടുമുടിയിൽ, ഇവിടാരുമില്ലേ, വനപർണശാലയില്ലല്ലോ, മനം കാത്ത മുനിയാമഗസ്ത്യനില്ലല്ലോ, മന്ത്രം മണക്കുന്ന കാറ്റിന്റെ കൈകൾ മരുന്നുരയ്ക്കുന്നതില്ലല്ലോ, ശൈലകൂടത്തിന്റെ മിടിലത്തിനപ്പുറം ശ്രീലമിഴി നിർത്തുന്ന പിന്നിനെ കണ്ടുപോ, അമൃതത്തിനമൃതത്വമേകുന്ന
ധിക്കാല ഹൃദയങ്ങളിൽ നിന്നു തൈലങ്ങൾ വാറ്റുന്ന തേജസ്സും അഗ്നിസ്ഫുടം ചെയ്തു നീറ്റുന്ന ഓരോ ബലങ്ങൾക്കു ബീജം വിതയ്ക്കുന്ന ആപോരസങ്ങളെ 1000 കോടി ആവർത്തിച്ച് പുഷ്പരസശക്തിയായി മാറ്റുന്ന അഷ്ടാംഗ ഹൃദയത്തിനപ്പുറത്ത് അമരത്വയോഗങ്ങൾ തീർക്കുന്ന വിണ്ണിനെ കണ്ടുവോ വിണ്ണിന്റെ കയ്യിൽ ഈ വിണ്ണിന്റെ കയ്യിൽ ഒരു ചെന്താമരച്ചെപ്പു പോലെ അമരുന്നൊരീ മൺകുടം കണ്ടുവോ ഇതിനുള്ളിൽ എവിടെയോ തപമാണഗസ്ത്യൻ സൗരസൗമ്യഗ്നികലകൾ കൊണ്ട് വർണ്ണങ്ങൾ വീര്യതല ശോഭയായി വിവീച്ച പുൽക്കളിൽ ചിരജീവനീയ സുഖരാഗ വൈഖരി തേടും ഒരു കുരുവിതൻ കണ്ഠനാള ബാഷ്പങ്ങളിൽ ഹൃന്മധ്യദീപത്തിൽ നിശബ്ദമൂറുന്ന ഹരിതമോഹത്തിൻ്റെ തീർത്ഥനാദങ്ങളിൽ വിശ്വനാഭി അഗ്നിപത്മ പശ്യന്തിക്ക് വശ്യത ചുരത്തുന്ന മാതൃനാളങ്ങളിൽ അച്യുതൻ അന്തരാളത്തിലെ പരാശബ്ദം തിരക്കുന്ന പ്രാണഗന്ധങ്ങളിൽ ബ്രഹ്മാണ്ടമൂറും മൊഴിക്കുടത്തിനുള്ളിലെവിടെയോ തപമാണഗസ്ത്യൻ ബ്രഹ്മാണ്ടമൂറും മൊഴിക്കുടത്തിനുള്ളിലെവിടെയോ തപമാണഗസ്ത്യൻ ഇരുളിൻ ജറായുവിലമർന്നിരിക്കുന്നൊരീ കുടം ഇനി പ്രാർത്ഥിച്ചുണർത്താൻ ഒരു മന്ത്രമുണ്ടോ രാമ നവമന്ത്രമുണ്ടോ ഒരു മന്ത്രമുണ്ടോ രാമ നവമന്ത്രമുണ്ടോ എല്ലാവർക്കും ശരിയായ ബോധമണ്ഡലത്തിലേക്ക് വരാനുള്ള മന്ത്രം ഈ ഭൂമി തരട്ടെ. ഏകദേശം ഒരു 10-22 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി സിനിമ എടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരു ആൾക്കാർ പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കൃതികൾ എല്ലാം വായിക്കുകയും മിക്കതും ഗ്രഹിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലം എനിക്കുണ്ട് എന്നുള്ള ഈ അവസരത്തിൽ പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല. അതോടൊപ്പം തന്നെ അത് ആ സംരംഭം വിജയിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കാരണം നടന്നില്ല. അത് എന്തെങ്കിലും നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അടുത്ത തലമുറ അത് ഏറ്റെടുത്ത് ചെയ്യണം. കാരണം അദ്ദേഹം എന്നും അറിയപ്പെടേണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ പലതും വായിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മൗസന്ന സാറൊക്കെ പറഞ്ഞ കാര്യം കൂടെ എനിക്ക് മനസ്സിൽ തോന്നും. അറിവിൻ്റെ കാര്യത്തെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ലോക പ്രശസ്ത തത്വചിന്തകനായ ബെർട്രാൻഡ് റസ്സൽ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയിൽ വരിക. ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഇഗ്നറന്റ്, നോട്ട് സ്റ്റുപ്പിഡ്, ബട്ട് ദേ ആർ മേഡ് സ്റ്റുപ്പിഡ് ബൈ എഡ്യൂക്കേഷൻ. ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഇഗ്നറന്റ്, അജ്ഞനായിട്ടാണ് ജനിക്കുന്നത്, വിഡ്ഢികളായിട്ടാണ്.
വിദ്യാഭ്യാസം വരെ ബുദ്ധിയുള്ളതാണ്. വളരെ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയുണ്ട് അമേരിക്കയിൽ, പേര് പോൾ തിബറ്റസ് എന്ന്. വളരെ പ്രയോജനമാണ്, എല്ലാ കാര്യങ്ങൾക്കും മാർക്കെല്ലാം ഫുൾ മാർക്കൊക്കെ കിട്ടുക. പക്ഷേ ഒരു മിനിറ്റ് കൊണ്ട് 1,00,000 പേരിൽ കുറഞ്ഞ ഒരാൾ 20 പേര് നാഗസാക്കിയിലൊക്കെ ബോംബിട്ട ആറ്റം ബോംബിട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം കൊണ്ടത് പ്രസക്തി. അത് ആ മൂല്യാധിഷ്ഠിതമല്ലാത്ത വിദ്യാഭ്യാസത്തെ പറ്റി സാർ പറഞ്ഞപ്പോൾ ഇന്നലെ ഞാൻ പ്രസംഗിക്കാൻ വന്നതിന് ആഗ്രഹിച്ചു പറഞ്ഞതിൻ്റെ രണ്ടമായി പറഞ്ഞതുള്ളൂ. അർത്ഥമറിഞ്ഞുള്ള മൂല്യാധിഷ്ഠിതമായ ഒരു ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. ആത്മാനന്ദ ബോധ തത്വങ്ങളെല്ലാം തന്നെ അറിവ് എന്ന് പറയുന്നതിൽ ഞാൻ അതിൻ്റെ കൃതികൾ വായിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായിരിക്കുന്നത് അതിലതീതമായി നിൽക്കുന്ന ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു ഘടസ്ഫുലിംഗം, അതാണ് പ്രധാനമായിട്ടുള്ളത്. ഡേറ്റ നമ്മുടെ അറിവിലേക്ക് എത്തപ്പെടുന്ന ഒരു മാർഗത്തെ പറ്റി പറഞ്ഞു. ഡേറ്റ വസ്തുതകളൊക്കെയാണ്. അതിന് ഇൻഫർമേഷനാണ്, വിവരങ്ങളിലേക്കാണ്. വിവരാവകാശം, അത് ഇൻഫർമേഷൻ ഓഫീസ് എന്നുള്ളത് ഒരു വിവരത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ഇൻഫർമേഷനിലേക്ക്. അതിൽ നിന്നാണ് പിന്നെ അടുത്ത ഘട്ടമാണ് നോളജ്, ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അടുത്ത ഘട്ടമാണ് വിസ്ഡം. ആ വിസ്ഡമാണ് പല വേദങ്ങളിലും ഉപനിഷത്തുകളിലോ തന്നെ നമ്മൾ വേദഘടകങ്ങളിലും പറഞ്ഞൊരു വിഭാഗമാണ്. എല്ലാ വേദങ്ങളും ഉണ്ട്, സാമം അധർമ്മം ഒക്കെ ഉണ്ടെങ്കിൽ പോലും വേദഘടകങ്ങൾ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് ഇങ്ങനെ പറയുന്ന 4 ഘടകങ്ങളാണ്. ഇതിന് സമാനമായിട്ടാണ് ഡേറ്റ, ഇൻഫർമേഷൻ, നോളജ് ആൻഡ് വിസ്ഡം. ഒരു വസ്തുതയെ വിജ്ഞാനമാക്കി മാറ്റുക, അതായിരുന്നു ഈ ശിവാനന്ദ ഗുരുദേവൻ്റെ അടിസ്ഥാനപരമായ ചിന്തയുടെ ആ മൂർത്ത ഭാവം എനിക്ക് തോന്നുന്നു. ഞാനത് തന്നെ അതെല്ലാം പറയുന്നുണ്ട്. ലോകധനത്തെ പറ്റി പറയുന്നു. ലോകധനമുണ്ട്, ആത്മധനം, ഭൗതികമായ അതിലതീതമായി നിൽക്കുന്ന ആത്മീയതയുടെ അംശമാണ് ജീവൻ കൊടുക്കുന്നത്. ഒരു ഭൗതികമായ കാഴ്ചപ്പാട്. ആചാര്യോ വേദസമ്പന്നോ വിഷ്ണുഭക്തോ വിമർശന മന്ത്രസ്ഥ മന്ത്രഭക്തസ്ഥ സദാ മന്ത്രാർത്ഥക ശുചി ഗുരുഭക്തി സമായുക്തം പുരാണജ്ഞോ വിശേഷത ഏവം ലക്ഷണസമ്പന്നോ ഗുരുനിത്യ ഭീയത എന്നാണ് ഗുരുവിൻ്റെ ലക്ഷണം തന്നെ പറയുന്നത്. എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഗുരുവായിരുന്നു. ഗുരു ആകുന്നതിന് ആദ്യത്തെ തൊട്ട് താഴത്തെ ഒരു സ്ഥലം എന്ന് പറയുന്ന ആചാര്യൻ. ദ്രോണാചാര്യർക്കൊക്കെ ആചാര്യനാകാനേ കഴിഞ്ഞു, ഗുരുവാകാൻ കഴിഞ്ഞു. ദ്രോണാചാര്യർക്ക്, ശങ്കരാചാര്യർക്ക്, സമുദായാചാര്യന്മാരൊക്കെ ഒരുപാട് പേരുണ്ട്. ഗുരുസ്ഥാനം എന്ന് പറയുന്ന ഭൂ എന്ന് പറയുന്ന അന്ധകാരത്തിൽ നിന്ന് ഗുണത്വം ചെയ്യുന്നവരാണ്. നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെ മാറ്റി പ്രകാശം തരുന്നു. അതാണ് ആചാര്യോ വേദസമ്പന്നോ വിഷ്ണുഭക്തോ വിമർശനം. ആചാര്യനായിരിക്കും. ഇനി ആചാര്യൻ്റെ പറയുന്നുണ്ട്, ആചാര്യ ശാസ്ത്രാർത്ഥ ആചാര്യ സ്ഥാപിയത്തിൽ സ്വയം ആചാര്യ അസ്മാത് ആചാര്യ ഉച്ചരി എന്നാണ് പറയുന്നത്. ശാസ്ത്രത്തെ പറ്റി, ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലൈസേഷൻ. ഒരു പ്ലഗ് കുത്തി കഴിഞ്ഞ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തണം, ശാസ്ത്രമാണ്. സയൻസ് എന്നുള്ളതിൽ അതീതമായി നിൽക്കുന്ന ഒരു സാമാന്യ ധർമ്മം, ഒരു കോമൺ ആയിട്ടുള്ള ധർമ്മത്തെയാണ് ഈ ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ശാസ്ത്രത്തെ അർത്ഥം അറിഞ്ഞവനായിരിക്കും ആചാര്യ ശാസ്ത്ര സ്ഥാപിക്ക നമ്മൾ പറയുന്ന തത്വങ്ങൾ സ്ഥാപിക്കാൻ കഴിവുള്ളവരായിരിക്കണം ആചാര്യൻ. സ്വയം ആചാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കണം ആചാര്യൻ. തസ്മാത് ആചാര്യ, അങ്ങനെയുള്ള ആളാണ് ആചാര്യൻ എന്നുള്ളത്. ഇങ്ങനെ ഇനി ഗുരു എന്ന് പറഞ്ഞ ഇതിൻ്റെ അടുത്ത ഭാഗമാണ്. ആചാര്യോ വേദസമ്പന്നൻ, വേദത്തിൽ നിന്നാണ് വിദ്യ എന്ന് പറഞ്ഞ ധാതുവിൽ നിന്നും വിജ്ഞാനം, അറിവ് എന്നൊക്കെ ഉള്ളതിനാണ് വേദസമ്പന്നൻ. വിഷ്ണുഭക്തൻ, വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപിക്കുന്നതിനുള്ള അർത്ഥമാണ്. ഭഗവാൻ വിഷ്ണു അതിൽ ഒരാളെന്നുള്ളേ ഉള്ളൂ, വ്യാപിക്കുന്നത്, പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നത്. വിഷ്ണുഭക്തോ വിമത്സരം, മത്സരം, കോമ്പറ്റീഷൻ ഇല്ലാത്തവരായിരിക്കും. മന്ത്രസ്ഥ മന്ത്രഭക്തസ്ഥ സദാ മന്ത്രാർത്ഥകൃഷ്ണി. മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു കോഡുണ്ട്. ഞാൻ സ്വാമിജി
അതിൻ്റെ കാര്യങ്ങൾ മാത്തമാറ്റിക്സ് ഞാനൊരു മാത്തമാറ്റിക്സ് ആയിരുന്നു BSc. പിന്നെ ഫിനാൻഷ്യൽ പോലെ തിരിച്ചു വന്നാൽ പിന്നെ എന്നെ മലയാളം എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ അതിൻ്റെ ഒരു കൃതികളൊക്കെ വായിച്ച് ആസ്വദിക്കാനും അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രൈവറ്റായിട്ട് എഴുതിയെടുക്കുകയായിരുന്നു. അപ്പം സയൻസിൻ്റെ അകത്തൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ മന്ത്രം ഒരു കോർ എന്ന് പറയുന്നത് ഇരുമ്പ് കഷ്ണമുണ്ട്. ഇരുമ്പിനെ കാന്തമാക്കാനും കാന്തത്തെ ഇരുമ്പാക്കാനും നമുക്ക് കഴിയുന്നതാണ്. കാന്തത്തിന് ആകർഷണീയം അതിൻ്റെ മോളിക്യൂൾസ് തന്മാത്ര. ഇരുമ്പിൻ്റെ ഒരു കഷ്ണം എടുക്കുകയാണെങ്കിൽ അത് ഡിസ്റ്റർബായിട്ടായിരിക്കും തന്മാത്ര എടുക്കുന്നത്. നമുക്ക് മനസ്സിൻ്റെ തന്മാത്ര എടുക്കാൻ ഡിസ്റ്റർബാണ്. അതാണ് എനിക്ക് അതേസമയം സാത്വികമായ രീതിയിൽ ശമം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തന്മാത്രകളെല്ലാം വളരെ ഒരു കാന്തികമായ ഒരു സ്വഭാവമുള്ള ഒരാളാണ്. അതാണ് ആചാര്യന്മാർക്കൊക്കെ വന്നിരിക്കുന്നതെല്ലാം ഒരു ഗുണമാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ഈ ടേൺസ് ഒരു കോറെടുത്ത് ഇരുമ്പിൻ്റെ കോറെടുത്ത് അതിനിങ്ങനെ കോയിലുകയും ചെയ്യുന്നു. അതാണ് കാന്തമാക്കുന്നത്. അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അതൊക്കെ ഫാനിൻ്റെ അകത്തും മോട്ടോറിൻ്റെ അകത്തും ഒക്കെ ഉപയോഗിക്കുന്ന സാധനം അത് തന്നെയാണ്. അപ്പൊ ഈ ഒരു കാന്തികമായ അംശം ഉണ്ടാക്കുന്ന മന്ത്രം എത്രമാത്രം കൂടുതൽ ചുറ്റുന്നോ ജപിക്കുന്നോ അതനുസരിച്ച് ഈ മാഗ്നറ്റിക് കോറിന്റെ കാന്തിക ശക്തി കൂടുതലാണ്. അത് ഒരു കാന്തം നേരത്തെ ഡിസ്റ്റർബ് ആയി പോകാൻ അതിൻ്റെ തന്മാത്രകളല്ല, മോളിക്യൂൾസ്. അത് പോയി കഴിഞ്ഞ ശേഷം അതിൻ്റെ പിന്നെ ഇരുമ്പിൻ്റെ സ്വഭാവമായി മാറി. അപ്പം ഈ മന്ത്രം കൊണ്ടാണ് മന്ത്രത്തിന്റെ അർത്ഥം ഗ്രഹിച്ചത്. മന്ത്രത്തെ ശുചിത്വമുള്ളവരായിരിക്കും, ഇതര ഗുരുക്കന്മാരോടുള്ള ആദരവുള്ളവർ. വർത്തമാന മഹാവീരനോട് ബുദ്ധന്റെ സ്നേഹമുള്ളവര്, ബഹുമാനമുള്ളവര്. അല്ലെ നമ്മൾ മാത്രം പറഞ്ഞത് ശരിയാണെന്നുള്ള രീതിയിലല്ല മഹാവീരൻ പറഞ്ഞ ജൈനമത സ്ഥാപന അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്നുള്ള ബന്ധുക്കളിലാരോ ആണ് അദ്ദേഹം എന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് നേതൃത്വം നയിക്കുന്ന നമ്മുടെ ഒരു ഗുരുകാരണവന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. അപ്പം കാരണം എനിക്ക് സംബന്ധിച്ച ഒരു കവിയൂരാണ്. അവിടെയൊക്കെ അവിടുന്ന് വെപ്പാരെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്, അമ്മയുടെ ബുദ്ധനൂരാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പം നമ്മുടെ ബന്ധുവായിട്ടുള്ള ഒരാളെ ആത്മീയതയിലെത്തി എന്നുള്ള ഒരു ഗുരുസ്ഥാനീയനായി എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു ആത്മ ചൈതന്യം, ആ പ്രകാശ സ്ഫുലിംഗങ്ങൾ നമുക്കൂടെ ഉന്മേഷം തരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊക്കെ തന്നെ വളരെയധികം മോശമായ ഒരു കാലഘട്ടമാണ്. ലോകത്തുണ്ട് എന്ന് പറയുന്നത്. 1865 ഏപ്രിൽ 15 വിഷുവിൻ്റെന്നാണ് ഏപ്രാണ്ടിങ്ങനെ വിളിച്ചു. അദ്ദേഹം ഈ കറുത്തവർക്ക് വേണ്ടിയിട്ട് സർക്കാർ എന്താണ് അടിമത്തം ഒഴിവാക്കണമെന്ന് അമേരിക്കയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്ന ആൾക്കാരാണ് എതിർക്കുന്നത്. അതിൻ്റെ പ്ലാൻ പറഞ്ഞൊരു സംഘടന തന്നെയാണ് ഈ സവർണ വൈറ്റിൻ്റെ വെള്ളക്കാരുടെ ഈ കറുത്തവരുള്ളവരെ മാറ്റി നിർത്തുന്ന ഒരു സംഘടന, അവരോടുള്ള അതിർത്തിയുള്ളത്. കുറച്ച് കാലങ്ങൾക്ക് 5-6 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ജോർജ് ഫ്ലോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കറുത്തക്കാരനെ ശ്വാസം മുട്ടിച്ചു കൊണ്ടിരുന്നത്. അത് നമ്മുടെ സാധാരണ പറഞ്ഞ രീതിയില്ലേ, ഈ സോഷ്യൽ മീഡിയ എന്നൊരു ആൻറ്റി സോഷ്യൽ മീഡിയക്കകത്തൊക്കെ വളരെയധികം വൈറലായ ഒരു സംഭവം. ഒരാളെ കൊല്ലുന്നതാണ് ഭയങ്കര കൈയടിക്കണം, ഹായി ലൈക്ക് അടിച്ചിരിക്കുകയാണ്. ജോർജ് ഫ്ലോയിഡ് എന്ന് പറഞ്ഞൊരു കറുത്തക്കാരൻ. അപ്പൊ അവരുടെ പാർട്ടികളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഈ പാർട്ടികളിലുള്ള വിദ്യാഭ്യാസമൊക്കെ തന്നെ ചെയ്തത് അതുകൊണ്ട് തന്നെ അവിടുത്തെ കറുത്തവർക്കാരുടെ പാർട്ടികളൊക്കെ അവരെ ആഫ്രിക്കയിൽ വിളിച്ചുകൊണ്ട് പോയി അമേരിക്കയിൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മചൈതന്യം, അറിവിനെ പറ്റിയൊക്കെ തന്നെ അദ്ദേഹത്തിന് പറയുന്നത്. ഗുരുവിന് ശിഷ്യനും നമുക്ക് വ്യത്യാസമില്ല. ഗുരു രണ്ടതാണ്. അതാണ് ഗുരുവരൊക്കെ വരുത്തസ്യ കാര്യകാര്യം അജാലത ഉൽപ്പത പ്രതിപന്നസ്യ കാര്യം ഭവതി ശാസ്ത്രം. ഗുരു ആണെങ്കിൽ ഗുരുവിനോട് ശാസിച്ച് പറയണം ശിഷ്യൻ. അപ്പൊ അങ്ങനെ പറയുന്നത് ഇതെല്ലാം പരിക്രമത്തിന്റെ, ഈശ്വരന്റെ, പ്രപഞ്ചത്തിന്റെ ഒരു ഘടകമാണ് ഗുരുവും ശിഷ്യനും എന്നൊക്കെ തന്നെ പറയുന്നത്. ആ ഒരു മഹത്തായ ആശയം. അവരുടെ സ്വത്തിനെ പറ്റിയൊക്കെ പറയുന്നത് ഭൗതികധനം, ലോകധനം, അത് അവർക്ക് സന്തോഷം കാണുന്നു. ഭൗതികമായിട്ട് കുറെ കംഫർട്ട്സ് ഒക്കെ ഉണ്ടാകും, ആഡംബരങ്ങളുണ്ടാകും, പക്ഷെ യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ ആനന്ദം ഉണ്ടാകുന്നില്ല. ഇതൊക്കെ ഗുരുദേവന്റെ കൃതികളുടെ വളരെയധികം വ്യക്തമുള്ളത്. പക്ഷെ നമ്മളിപ്പോഴും അദ്ദേഹത്തിന്റെ തത്വങ്ങൾ ഗ്രഹിച്ച് പ്രാബല്യത്തിൽ ഓമിത്യോദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി
യച്ഛന്യാദൃകാലാതീതം സർവമോംകാരേവ. 143 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉദയം ചെയ്ത ഒരു മഹാത്മാവിൻ്റെ പേരിൽ എന്തിനാണ് ഇന്ന് ഒരു ജന്മദിന ആഘോഷം 10 ദിവസങ്ങളായി ചെറുകോലാശ്രമം കൊണ്ടാടുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ കൂടുന്ന ജനലക്ഷങ്ങൾ തന്നെയാണ് അതിന് വ്യക്തമായ മറുപടി എന്നേ നമുക്ക് പറയാനുള്ളൂ. കാരണം ഏതെങ്കിലും 24ഓളം സന്യാസി ശ്രേഷ്ഠന്മാരെ തൻ്റെ കൂടെ നിലനിർത്തിക്കൊണ്ട് മഹത്തായ ആത്മബോധോദയ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ച തിരുമുൽപാദങ്ങളുടെ ജീവിതത്തിലുടനീളം 4 വ്യത്യസ്തമായ ശരീരത്തിലെ വാഴ്ചക്കാലത്ത് ഇന്ന് 10,000-കണക്കിന് ഗൃഹസ്ഥാശ്രമികളെ സന്യാസതുല്യമായ ജീവിതത്തിലൂടെ ദൈവീക തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന മഹനീയമായ ഒരു പ്രവർത്തന പദ്ധതിയാണ് ശുഭാനന്ദ ഗുരുദേവ തിരുമുൽപാദങ്ങൾ അവിടുത്തെ 69 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് നമ്മുടെ മുന്നിൽ സമർപ്പിച്ചത്. ജനനവും ജനന പശ്ചാത്തലങ്ങളും അക്കാലത്ത് നിലനിന്നിരുന്ന മനുഷ്യരുടെ സംസ്കാരവും എല്ലാം ആവർത്തിച്ചാവർത്തിച്ച് നാം പറയുകയും കേൾക്കുകയും ചെയ്യേണ്ടുന്ന കാര്യമില്ല. എങ്കിൽ പോലും ശുഭാനന്ദ ഗുരുദേവന്റെ തത്വങ്ങളും ആദർശങ്ങളും നാൾക്കുനാൾ സൂര്യന്റെ ജ്വാല ലോകത്തിനു മുന്നിൽ പ്രകാശം പരത്തുന്നത് പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഇവിടെ നടക്കുന്ന ഓരോ സമ്മേളനങ്ങളും ആ സമ്മേളനങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളും എന്ന് നാം തിരിച്ചറിയണം. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, പണ്ടൊരിക്കൽ ശ്രീ ശുഭാനന്ദ തിരുമുൽപാദങ്ങൾ ഒരു കത്ത് ഒരു മഹാത്മാവിനെ അയക്കുകയുണ്ടായി. ആ കത്ത് കൈപ്പറ്റിയ ആളിൻ്റെ പേര് ശ്രീ മന്നത്ത് പത്മനാഭ പിള്ള എന്നറിയപ്പെട്ട NSSന്റെ സ്ഥാപകനായിരുന്നു. അദ്ദേഹത്തോട് പല ഘട്ടങ്ങളിലും ശുഭാനന്ദ ആശ്രമത്തിൻ്റെ സന്നിധാനത്തിൽ നിന്ന് വരികയും ഇവിടെയുള്ള മഹനീയമായ എൻ്റെ തത്വദർശനങ്ങൾ കുഞ്ഞുങ്ങൾ ഉൾക്കൊള്ളുന്നത് കണ്ടൊന്ന് ആനന്ദിക്കുവാൻ അവിടുന്ന് തയ്യാറാവുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. 1950 ജനുവരി മാസം 28-ാം തീയതി അവിടുന്ന് ഒരു കത്തെഴുതിയപ്പോൾ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മന്നത്ത് പത്മനാഭപിള്ള അവർക്ക് ഹൃദയംഗമമായ നമസ്കാരം എന്ന പേരിലാണ് ഭഗവാൻ ആ കത്ത് തുടങ്ങുന്നത് തന്നെ. ആത്മബോധോദയ സംഘത്തിന്റെ ഒരു പൊതുയോഗം അങ്ങയുടെ മഹനീയമായ അധ്യക്ഷതയിൽ നടത്തുവാൻ വേണ്ടി 20-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സർവജന സമാദരണീയമായ സമക്ഷത്തിലെ പാദസ്പർശനം പ്രതീക്ഷിച്ചും ആലോചിച്ചും കാത്തിരിക്കുന്നു എന്നായിരുന്നു ആ കത്തിൽ അന്ന് ഭഗവാൻ രേഖപ്പെടുത്തിയത്. നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഭഗവാന്റെ വേർപാടിന് ശേഷം പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ യോഗക്ഷേമ സഭയുടെയും അതേപോലെ താന്ത്രിക വിദ്യാപീഠനങ്ങളുടെയും ശങ്കരാചാര്യ പരമ്പരകളുടെയും ബ്രാഹ്മണ കുലത്തിലെ ഉന്നതമായ വ്യക്തിത്വങ്ങളുടെയും പാദസ്പർശനം കൊണ്ടും അവരുടെ സാന്നിധ്യം കൊണ്ടും ഉൾപ്പുളവച്ചാർത്തണിയുന്ന രീതിയിലേക്ക് ചെറുകോലാശ്രമത്തിലെ ഈ മഹനീയമായ മണൽത്തരികൾ മാറിത്തീർന്നുവെങ്കിൽ ശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ ജാതിഭേദമെന്നുള്ള അല്ലെങ്കിൽ മതദ്വേഷം പാടില്ല എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടിന്റെ സാർവജനീനമായ ഉദാഹരണമാണിത്. അത്രത്തോളം അത്യുന്നതമായ രൂപത്തിൽ സർവജനങ്ങളിലേക്കും ഒരുപോലെ എത്തിച്ചേരാൻ കഴിഞ്ഞു. അഖില ലോകത്തിലെയും ആത്മാക്കൾക്ക് മോചനം നൽകി ആത്മീയ പുനരുദ്ധാരണത്തിലൂടെ ദൈവത്തിൻ്റെതാക്കിയ ആത്മബോധോദയ സംഘത്തിൻ്റെ സ്ഥാപകൻ ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവന്റെ തൃപാദങ്ങളിൽ വധിച്ചുകൊണ്ട് ഭഗവാന്റെ കൽപ്പന പോലെ മാറ്റവും മരണമില്ലാതെ കലിയുഗാന്ത്യം വരെ ഇവിടെ വാഴുന്ന
ശുഭാനന്ദ ഗുരുദേവൻ്റെ ആ ദർശനങ്ങൾ നമുക്ക് പകർന്നു തന്ന ബ്രഹ്മശ്രീ ആനന്ദജി ഗുരുദേവൻ്റെയും ഗുരുപ്രസാദ് ഗുരുദേവൻ്റെയും സദാനന്ദ സിദ്ധ ഗുരുദേവൻ്റെയും ഇന്നും ശുഭാനന്ദ ദർശനങ്ങളെ സർവലൗകികമായി വളർത്തിയെടുക്കുവാൻ കഴിയുന്ന പ്രാപ്തനും നമ്മുടെയൊക്കെ കൺകണ്ട ദൈവവുമായ ദേവാനന്ദ ഗുരുദേവന്റെ പാദങ്ങളിൽ വന്ദിച്ചുകൊണ്ടും ശുഭാനന്ദ ദർശനം ലോകോത്തരം എത്തിക്കുവാൻ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന പൂജനീയരായ ഗുരുക്കന്മാരെ സ്വാമിമാരെയൊക്കെ വന്ദിച്ചുകൊണ്ടും ഇവിടെ ഈ വേദി പങ്കിട്ട ഇനിയുടെ ഒരു പ്രസംഗത്തിൻ്റെ പോലും പ്രസക്തിയില്ല. വളരെ മനോഹരമായ ഒരു പായസ സദ്യ കൊണ്ടിട്ട് കർണകഠോരമായ ഒരു പ്രസംഗം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. സ്വാഭാവികമായും എന്താണ് ഗുരുദേവ ദർശനമെന്ന് അല്ലെങ്കിൽ ശുഭാനന്ദ ഗുരുദേവ ദർശനം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടോ? എങ്കിലും എന്നെപ്പോലെ ഒരാളെ ഈ വേദിയിൽ എത്തിച്ച ഈ മഹത്തായ ദർശനം ഞാൻ പലപ്പോഴും അനുഭവത്തിൽ പോലും പറഞ്ഞിട്ടുള്ളത് പോലെ എൻ്റെ ഭാര്യയും ഭാര്യാപിതാവും ഒക്കെ ആയിരുന്നു ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ദർശനങ്ങൾ എനിക്ക് വഴികാട്ടിയായി തന്നെ അവരിലൂടെയൊക്കെ ഈ പാതയിലൂടെ എത്തിച്ചേരാനും ശുഭാനന്ദ ഗുരുദേവന്റെ ദർശനത്തിനപ്പുറം ഈ ലോകത്തെ നേരായി നയിക്കുവാനും ശരിയായ ദിശയിൽ കൊണ്ടുപോകുവാനുള്ള ഒരു ദർശനം നാളുകൾ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഓരോ മനുഷ്യരും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മുന്നിൽ നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമ ജീവികളായി സാമൂഹ്യ ജീവികളായി താമസിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഏറ്റവും പ്രസക്തമായ വിഷയങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. ഇവിടെ നമ്മുടെ ഇസ്ലാം മുസ്ലിയാർ ഉൾപ്പെടെ പ്രസംഗിച്ചപ്പോൾ ഹരിതകർമ്മസേനയെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ശുചിത്വത്തിന്റെ പേരിൽ നമ്മുടെ കടൽ അശുദ്ധമാകുന്നു, കര അശുദ്ധമാകുന്നു, അന്തരീക്ഷം അശുദ്ധമാകുന്നു, ഗ്രഹ പരിസരങ്ങളെ അശുദ്ധമാകുന്നു, നമ്മുടെ സ്ഥാപനങ്ങൾ അശുദ്ധമാകുന്നു. ഈ അശുദ്ധിയൊക്കെ പരിഹരിക്കാനായി സംസ്ഥാന സർക്കാരും ദേശീയ സർക്കാരും ഇവിടെ എത്രയോ വലിയ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടാണ് ഈ ശുചിത്വ മിഷനെ പോലെയുള്ള പ്രോഗ്രാമുകളിട്ട് നാടിനെ ശുദ്ധീകരിച്ച് നാടിന് വൃത്തിയാക്കിയെടുക്കുവാൻ പ്രയാസപ്പെടുന്നത്. അവിടെ ഒരു വചനം കൊണ്ട് 143 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഒരു ആത്മബോധി എങ്ങനെയായിരിക്കണം എന്ന് വിവരിച്ചിരിക്കുന്നിടത്ത് വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഗൃഹശുചിത്വവും ഉൾപ്പെടെയുള്ള ശുചിത്വത്തെ കുറിച്ച് കേവലം ഉദ്ഘോഷണം കൊണ്ട് എന്നെയും നിങ്ങളെയും ആ തലത്തിലെത്തിച്ച ആ മഹാനായ മഹത്വവൽക്കരിക്കപ്പെട്ട ഭഗവാന്റെ ദർശനം ഇന്ന് ഈ രാജ്യത്ത് ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് പ്രോഗ്രാമുകൾ ഇടുന്ന സർക്കാരുകൾ, അത് ഏത് സർക്കാരുകളും ആയിക്കോട്ടെ, ആ സർക്കാരിന്റെ പദ്ധതിയിൽപ്പെടുത്തിയിട്ട് ശുഭാനന്ദ ദർശനത്തിന്റെ കാതലായ 2 കാര്യങ്ങൾ ഈ വ്യക്തിശുചിത്വത്തിന്റെ ബോധവും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചപാപങ്ങളുടെ ഉന്മൂലനവും ഇവിടെ രാസലഹരികൾക്കെതിരെ നെട്ടോട്ടമോടുമ്പോഴും കള്ളവാറ്റും കള്ളച്ചാരായവും പിടിക്കുവാനായി രാജ്യത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പോലെയുള്ള പണം ചെലവഴിക്കുമ്പോഴും ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ നികുതി പണത്തിന്റെ നല്ലൊരു ശതമാനം ഇത്തരൊരു മൂല്യബോധം ഉയർത്തി നല്ല ആരോഗ്യവത്തായ ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ വേണ്ടി ചെലവാക്കുവാൻ പാടുപെടുമ്പോഴും അതൊക്കെ പാഴായി പോകുന്നിടത്ത് ശുഭാനന്ദ ഗുരുദേവന്റെ ആ തത്വം ഒന്ന് പടഞ്ഞു കൊടുക്കുവാനും അത് ഈ രാജ്യത്തിന്റെ പാഠഭാഗത്തിൽ ശ്രീനാരായണ ദർശനങ്ങൾ പാഠ്യവിഷയങ്ങൾ ഉൾപ്പെടുത്തി ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതുപോലെ തന്നെ ശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ ദർശനങ്ങളും കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളും ഈ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്നവരുടെ പാഠ്യഭാഗമാക്കി മാറ്റിയാൽ നിങ്ങൾ ഓർക്കുന്നതിന് ഇന്നിവിടെ ഈ കാണുന്നതിന് എത്രയോ ഇരട്ടി മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് പ്രിയപ്പെട്ടവരെ, ഇവിടെ ബഹുമാന്യനായ മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പറയണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഞാൻ വന്നത്. എങ്കിലും പറയാതെ വയ്യ. ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോ സ്ഫുരണങ്ങളുമാണല്ലോ നാളുകളിൽ ഇത് ചിന്തയായി പ്രവൃത്തിയായി ഈ രാജ്യത്തെയൊക്കെ മാറ്റിമറിക്കുന്ന തലത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ കഴിയണമെങ്കിൽ അതിനെ മാർഗമായി അവലംബിക്കാൻ കഴിയുന്നതിന് ഒന്നിനു മാത്രമേ ഉള്ളൂ എന്ന് യാതൊരു സംശയവും കൂടാതെ പറയാം. അത് ശുഭാനന്ദ ദർശനമല്ലാതെ മറ്റൊന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ.
ഈ സദസ്സിലിരിക്കുന്ന സന്യാസിനിമാരെ നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ ഭക്തസന്താനങ്ങളും അടിയന്റെ ഓമനമിത്രങ്ങളുമായിട്ടുള്ള ഏവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമസ്കരിച്ചു. ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. അധ്യക്ഷ പ്രസംഗം മുതൽ ഇങ്ങോട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് സംസ്കാരം. നമ്മുടെ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ പേര് സാംസ്കാരിക സമ്മേളനമാണ്. ഞാനും അത് തന്നെ ചോദിക്കുന്നത്, എന്താണ് സംസ്കാരം? എനിക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു അറിവിനെ, ആ അറിവിനെ അറിയിക്കുന്ന അറിവുകൾ അത് പുതിയൊരു സംസ്കാരത്തിന് വഴിവെക്കുമെങ്കിൽ അതിനെ സംസ്കാരം എന്ന് പറയാം. അത് ഗുരുക്കന്മാരെ കൊണ്ട് പറ്റും. പക്ഷേ അറിയിക്കുന്ന അറിവിനെ അനുഭവപ്പെടുത്തുവാൻ കഴിയുന്നത് സാക്ഷാൽ ജഗദീശ്വരൻ ഗുരുവെടുക്കുമ്പോൾ മാത്രം. അതാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉടലെടുത്തിരിക്കുന്നത് 143ാമത് പൂരം ആഘോഷിക്കുമ്പോൾ ഒരു സംസ്കാരം ഉടലെടുത്തിട്ടുണ്ട്. അത് ശുഭാനന്ദ സംസ്കാരം അതിൻ്റെ പേര്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ മുതൽ 143 വർഷമായി ഇന്ന് വരെയുള്ള കാലാവധി അല്ല ആ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലം. ആ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ലോകമുള്ള നാൾ വരെയുള്ള ഒരു സംസ്കാരമാണ് അതിൻ്റെ പശ്ചാത്തലം. അതുകൊണ്ട് തന്നെയാണ് ഇതിവിടെ ഒരു ശുഭാനന്ദ സംസ്കാരമുണ്ട്. അത് നാം എടുത്തിട്ടേ ഉള്ളൂ. അത് പതിയെ ജനിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് വളരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയാനായിട്ട് വളരെ ചുരുങ്ങിയ സമയമാണ് എനിക്കുള്ളതെങ്കിലും നമ്മളതിനെക്കുറിച്ച് ചെറിയ പഠനം നടത്തി നോക്കാം. 69 തിരുവർഷക്കാലം ആദ്യ ശരീരത്തിൽ ഭഗവാൻ സ്വീകരിച്ച് വാണിരുന്നുകൊണ്ട് ത്യാഗകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഈ ലോകം മുഴുവൻ നഗ്നവാദനായി ചുറ്റി സഞ്ചരിച്ച് നമ്മളെ ഒക്കെയും അന്ധകാരത്തിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിച്ചു. പക്ഷെ അതിന് പിന്നീട് 12 വർഷക്കാലം താൻ മറഞ്ഞിരുന്നുകൊണ്ട്, അതായത് സ്ഥൂലരൂപത്തിലല്ലാതെ നിന്നുകൊണ്ട് ഓരോരുത്തരെയും ഭഗവാൻ വീക്ഷിച്ചു. പിന്നീട് വന്ന ഒരു 63 വർഷക്കാലത്തെ ചരിത്രം നമ്മളതെടുത്ത് പരിശോധിച്ച് നോക്കുക. ശരിക്കും പറഞ്ഞാൽ ചെറുകോൽ പൂരത്തിൻ്റെ സാംസ്കാരികമായ ചരിത്രം അതല്ലേ? ഈ 63 വർഷത്തെ ചരിത്രമല്ലേ ചെറുകോൽ പൂരത്തിൻ്റെ സംസ്കാരം? എന്താണ് 63 വർഷം എന്നായിരിക്കും ചിന്തിക്കുക. നിങ്ങളത് കണക്കൂടി നോക്കുക. 26 വർഷം ഒരു ശരീരത്തിൽ കൂടി ആ ശുഭാനന്ദ തപോശക്തി പ്രത്യക്ഷമായി പ്രവർത്തിച്ച സംസ്കാരം. പിന്നീട് 12 വർഷക്കാലം ഒരു തിരുശരീരത്തിൽ കൂടി ശുഭാനന്ദ തപോശക്തി പ്രത്യക്ഷമായി പ്രവർത്തിച്ച സംസ്കാരം. പിന്നീട് 17 വർഷക്കാലം ശുഭാനന്ദ തപോശക്തി പ്രത്യക്ഷമായി നിന്ന് പ്രവർത്തിച്ച ആ സംസ്കാരം. ഇതാ ഇപ്പോൾ 8 വർഷമായി ശുഭാനന്ദ തപോശക്തി പ്രത്യക്ഷമായി നിന്ന് പ്രവർത്തിക്കുന്ന സംസ്കാരം. അങ്ങനെ നോക്കുമ്പോൾ 63 വർഷമല്ലേ ഈ പിന്നീട് വന്ന ആ സംസ്കാരം. ഇന്നിപ്പോൾ നമുക്കറിയാം പൂരമഹോത്സവം പലയിടത്തും ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ചെറുകോൽ പൂരം ചെറുകോൽ മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ചെറുകോൽ വാഴുന്നത് സാക്ഷാൽ ജഗന്നിയന്താവാകുന്ന പൂരം പറഞ്ഞ പുണ്യവാൻ തന്നെ ആയതുകൊണ്ടാണ് ചെറുകോൽ പൂരം എന്ന് പറയുന്നത് ചെറുകോൽ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാതെന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ചെറുകോൽ പൂരം നടത്തുന്നത് സാക്ഷാൽ ജഗന്നിയന്താവാകുന്ന ജഗദീശ്വരനാണ്. ആ ജഗദീശ്വരൻ തന്നെയാണ് തിരുവിടങ്ങൾ മാറി മാറി വാഹനമാക്കി സ്വീകരിച്ചുകൊണ്ട് വാണത്. തനിക്ക് ജാതിയില്ല, മതമില്ല, ഭേദമില്ലാത്ത ബോധരൂപന്റെ ആ സാക്ഷാൽ അവതാര രൂപമാണ് ചെറുകോൽ ശുഭാനന്ദാശ്രമത്തിൽ വാഴുന്നത്. ആ അവതാര രൂപത്തിന്റെ അറിവിനനുസരിച്ച്, ആചാരങ്ങൾക്കനുസരിച്ച്, അനുഷ്ഠാനങ്ങൾക്കനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ ഇതിന്റെ ചെറുകോൽ ശുഭാനന്ദ സംസ്കാരം എന്ന് പറയുന്നത് ആ എന്നുവരെ ലോകമുണ്ടോ ലോകമുള്ള കാലം വരെ ശുഭാനന്ദ സംസ്കാരമുണ്ട്. ആ സംസ്കാരം അഴിവില്ലാത്തതാണ്, മാറ്റമില്ലാത്തതാണ്, നൂതനമാണ്. ഇത് ഇങ്ങനെ ഒരു സംസ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഏവർക്കും, ഈ ലോകത്തിലുള്ള ഏവർക്കും ബോധ്യമാകും ഈ ലോകത്തെ ശുഭാനന്ദ സംസ്കാരം വീഴ്ചടക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ന് മാത്രം ഈ അവസരം ഓർമ്മിച്ചുകൊണ്ട് അറിയേണ്ടതിനും തിരിച്ചറിഞ്ഞ് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമുക്ക് ഗണ്യായി നമ്മുടെ രക്ഷകനായി വരുന്ന രൂപത്തെ കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള സൽചിന്തയും സൽക്കർമ്മ വഴിയിൽ കൂടി നീങ്ങാൻ സർവീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു 143ാമത് പൂരം ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്കൊക്കെയും ഭഗവാനോടുള്ള നന്ദി രേഖപ്പെടുത്തേണ്ട ദിവസമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശ്രീ ശുഭാനന്ദാശ്രമത്തിലേക്ക് കടന്നു വന്ന ആരും ഒരു സുഖം ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിവിടെ
43ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവത്തിന് അവിടുത്തെ തിരക്കര പ്രകാരം നടന്ന ഈ സമ്മേളനത്തിന് നന്ദി അറിയിക്കുക എന്നുള്ളതാണ് ഏഴാമത് അടിയൻ നിഷ്കർഷിച്ചിരിക്കുന്നതായ കർത്തവ്യം. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാന്യനായ സ്വാമി ജ്യോതിർമയാനന്ദ സ്വാമികളാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതലായി വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശുഭാനന്ദ ദർശനം വേദാന്ത സാംസ്കാരിക മാസികയുടെ മാനേജിംഗ് എഡിറ്റർ കൂടിയാണ് ബഹുമാന്യനായ സ്വാമി. ശുഭാനന്ദ ഗുരുദേവന്റെ ആദർശങ്ങൾ തന്റെ ജീവിതത്തിലുടനീളം പകർത്തി ഭൗതികമായി ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്ന ജ്യോതിർമയാനന്ദ സ്വാമി അധ്യക്ഷനായി കിട്ടിയതിന് പൊന്നമ്പരാനോട് വളരെ നന്ദിപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ആത്മബോധോദയ സംഘത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി കടപ്പാട് അറിയിക്കുന്നു. ഇതിന്റെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രൊഫസർ വി മധുസൂദൻ നായർ അദ്ദേഹത്തിന് മൂലം ഈ പേര് വിട്ടു പോയെങ്കിലും ഇത്ര ഉദാത്തമായ ശൈലിയിൽ കാവ്യാത്മകമായി ആത്മബോധത്തെ ആ കവിതയുമായി സമന്വയിപ്പിച്ച് ഇവിടെ പ്രകാശിപ്പിച്ചതായ അറിവ് ആ ഭഗവാന്റെ കാരുണ്യം തന്നെയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു മഹാകവിയെ ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് ഈ ആദർശം ഉൾക്കൊണ്ട് ശുഭാനന്ദ ഗുരുദേവ ദർശനങ്ങൾ നമ്മളെക്കാൾ ഉപരിയായി ലോകത്തിൽ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഒരു മഹാത്മാവാണ് ശ്രീ പ്രൊഫസർ വി മധുസൂദൻ നായർ. അദ്ദേഹത്തെ പോലുള്ള ഒരു പുണ്യാത്മാവ് പങ്കെടുത്തതിൽ വളരെ നമ്മൾ ഭഗവാനോട് കടപ്പെട്ടിരിക്കുകയാണ്. പ്രൊഫസർ മധുസൂദൻ നായർക്ക് ആത്മബോധോദയ സംഘത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിച്ച ശ്രീ ജി ആത്മല എന്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അച്ഛൻ ദാമോദര സ്വാമി അങ്ങനെ പാരമ്പര്യമായി ആദർശമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മകൻ വ്യക്തിയാണ് ശ്രീ ആത്മലാൽ ഭക്തൻ. അദ്ദേഹത്തെ പറ്റി കൂടുതലായി ഒന്നും വിശദീകരിക്കുന്നില്ല. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീ ആത്മലാൽ ഭക്തന് ആദർശത്തിന്റെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തത് പ്രൊഫസർ കവിയൂർ ശിവപ്രസാദ്, പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ, അങ്ങനെയുള്ള ലോകപ്രശസ്തരായ ആളുകൾ വളരെ ലളിതമായ രീതിയിൽ ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഈ ആദർശത്തെ പരിചയപ്പെടുത്തുകയും ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുവാൻ വളരെയധികം ഔന്നത്യം കാണിക്കുകയും ചെയ്ത ഒരു മഹൽ വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതിലെ ശുഭാനന്ദ ഗുരുദേവനെ പറ്റി ഡോക്യുമെന്ററി എടുക്കുകയും അങ്ങനെ ഈ ആദർശമായി വളരെ മുൻപ് തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു മഹൽ വ്യക്തിയാണ്. ആത്മബോധോദയ സംഘത്തിന്റെ പേരിൽ പ്രൊഫസർ കവിയൂർ ശിവപ്രസാദ് അവർക്ക് കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തതായി വലിയ വിട്ടുപോയ ശ്രീ PM സലാം മുസ്ലിയാരാണ്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം ആദ്യം വന്ന കാലത്ത് ഒരു മുസ്ലിയാർ മാത്രമായിരുന്നു. ഇന്ന് നമ്മളുടെ ഒരു സഹോദരൻ കൂടിയായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഒരു തമ്പുരാൻ തന്നെ നമ്മുടെ ആശ്രമത്തിൽ ക്ഷണിച്ച് അദ്ദേഹത്തെ വേദിയിലിരുത്തുകയും അനുഭവ സാക്ഷാത്കാരത്തെ ക്ഷണിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് PM സലാം മുസ്ലിയാർ. ആത്മബോധോദയ സംഘത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തതായി സ്വാമി നിയുക്താനന്ദ, അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതലായി പറയേണ്ട കാര്യമില്ല. ഈ ആദർശം അദ്ദേഹം ഭൗതികമായ സേവനങ്ങൾ അനുഷ്ഠിച്ച് സർക്കാരിന്റെ ഭാഗമായിരുന്നതാണ്. ആ കാലത്തും അതിനുശേഷം തന്റെ ശിഷ്ടജീവിതം സന്യാസത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു മഹൽ വ്യക്തി കൂടിയാണ് സ്വാമി നിയുക്താനന്ദൻ. ശുഭാനന്ദ ദർശനങ്ങളെ വളരെ കൃത്യമായി ചെറിയ സമയത്തിനുള്ളിൽ പ്രകാശിപ്പിച്ച മഹൽ വ്യക്തിയാണ് സ്വാമി നിയുക്താനന്ദൻ. അദ്ദേഹത്തിന്റെ ആത്മബോധോദയ സംഘത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തതായി ശ്രീ സുഭാഷ് ഭക്തർ ശാസ്താംകോട്ട, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ശൂരന കൂടിയാണ് അദ്ദേഹം. ഞാൻ ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷികൾ ആശ്രമത്തിൽ കേട്ടതായ സമയത്ത് തന്നെ പൊന്നമ്പരാനോട് അപേക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ വേദിയിൽ നല്ല ഒരു വാക്കുകൂടിയാണ്. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സമയം വളരെ കുറച്ച് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. എന്ത് ചെയ്യാന്ന്, പൊന്നമ്പരാന്റെ കാര്യത്തിൽ കൂടി നടക്കുന്ന ഇതാണ് നടക്കേണ്ടത് എന്നാണോ നടക്കുന്നു. അതുകൊണ്ട് നടന്നതെല്ലാം നല്ല രീതിയിൽ നടക്കാൻ വിരിക്കുന്നത് നല്ലതിന് പെരുന്നമ്പരാൻ മഹാകാലം കൂടി സമ്മേളനത്തിൽ പങ്കെടുത്ത നല്ലൊരു സംഭാഷണം കാഴ്ചവെച്ച സുഭാഷ് ശാസ്താംകോട്ട അവർക്ക് ആത്മബോധോദയ സംഘത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ അടുത്തതായി കോമ്പയറിംഗ് നടത്തിയ ശ്രീമതി ഉമാദേവി ടീച്ചറെ പറ്റി ഞാൻ പറയാതെന്ന് അറിയാം. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ഓർമ്മ വെച്ച കാലം മുതലേ കാണുന്നതാണ്. ആ കുടുംബം മുഴുവൻ ആനന്ദ ജീവിതാന്റെ കാലത്ത് വരുന്ന കാലത്തെ കോമനക്കുട്ടമുള്ള ഭക്തനെയും ആ കുടുംബങ്ങളെ അറിയുന്നതാണ്. അതുപോലെ ഇതുവരെയും ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഒരു ദുരന്ത പറഞ്ഞ് ആ സാങ്കേതികത്തിന്റെ പേരിൽ മാത്രമാണ്. അത് അത്രമാത്രം ആവശ്യമായി ബന്ധപ്പെട്ട് ഈ ആവശ്യം കുഞ്ഞുങ്ങളിലൊക്കെ ക്ലാസ് എടുത്തും മറ്റു എല്ലാ രീതിയിലും പ്രകാശിപ്പിക്കുവാനായിട്ട് അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന ഒരു മഹൽ വ്യക്തി കൂടിയാണ്. ആത്മബോധോദയ സംഘത്തിന്റെ പേരിൽ മാധവി ടീച്ചറിന് കൃതജ്ഞത അർപ്പിക്കുകയാണ്. അടുത്ത ഈ പേരിൽ ഉണ്ടായിരുന്ന സ്വാമി നിത്യാനന്ദ സ്വാമികൾ, അദ്ദേഹത്തിന്
ചില ശാരീരിക അസ്വസ്ഥത കൊണ്ടാണ് അദ്ദേഹം വേദി പങ്കെടുക്കാതിരുന്നത്. എങ്കിലും അദ്ദേഹത്തിന് ആത്മബോധോദയ സംഘത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന് തുടക്കം മുതൽ ആത്മബോധോദയ സംഘം ജനറൽ സെക്രട്ടറി കൂടിയായ സ്വാമി ഇവിടെ ഇതിൽ പങ്കെടുത്തു. അത് തിരക്കൊണ്ടാണ് അദ്ദേഹം വേദി വിട്ടുപോയത്. അദ്ദേഹത്തിനും ശുഭാനന്ദയുടെ നാമത്തിൽ ആത്മബോധോദയ സംഘത്തിന്റെ പേരിൽ വ്യക്തിപരമായുള്ള കൃതജ്ഞത അറിയിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് എന്തുകൊണ്ട് സന്യാസ ശ്രേഷ്ഠർ നല്ലൊരു ശതമാനം ആളുകൾ ഈ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് പങ്കെടുത്തു. ഭഗവാൻ നാമത്തിൽ അവർക്ക് കൃതജ്ഞത അറിയിക്കുന്നു. നിരവധി ശാഖകളിൽ നിന്നും എല്ലാം ഇതിന്റെ ആദ്യങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഭക്തജനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഭൗതികമായ എല്ലാ രീതിയിലും നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആത്മബോധോദയ സംഘത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഏറ്റവും ഉന്നതമായി പെരുന്തമ്പുരാൻ ഇപ്രകാരം ഈ സമ്മേളനം നടത്തുവാൻ അനുമതി അനുഗ്രഹിച്ച ഏകദേശം നന്ദി പറഞ്ഞാൽ സാധിക്കുകയില്ല. 143ാമത് പൂരം ഇത്രയും ഉന്നതമായ നിലയിൽ ഇതുവരെ നടത്തുന്ന പ്രകൃതിയെ പോലും നിയന്ത്രിച്ചുകൊണ്ട് പെരുന്തമ്പുരാൻ ഈ പുറമുള്ള പൂരം സമാപിക്കുന്നവരെ കൊടിയിറങ്ങുന്നവരെ അവിടുത്തെ മഹാകാര്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പെരുന്തമ്പുരാൻ ഇന്ന് വാഴുന്ന പൊന്നോമനത്തിനുള്ളിൽ ദീർഘകാല സുഖത്തോടും ആരോഗ്യത്തോടും കൂടി വാഴണമേ വാഴണമേ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവാദം സമർപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.